Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Okay, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെ വരെ എടുത്ത് നിർത്തിയത്? സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ് ആണ് എടുത്തുകൊണ്ടിരുന്നത്. ലബോറട്ടറി ഏരിയ ആണ് എടുക്കാനുള്ളത് അല്ലെ. റേഡിയോ ആക്റ്റീവ് സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ് കംപ്ലീറ്റ് ആയി അല്ലെ. സ്പില്ലിൻ, ലബോറട്ടറി ഏരിയ, മൈക്രോബിയൽ കൾച്ചർ തുടങ്ങി എടുക്കണം. ഓക്കെ, ശരി. ഇവിടെ വരെ വായിച്ചു നോക്കിയിരുന്നോ? ക്ലിയർ ആണോ? ഓക്കെ, ശരി. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് സ്പില്ലിൻ, ലബോറട്ടറി ഏരിയ, മൈക്രോബിയൽ കൾച്ചർ തുടങ്ങിയെടുക്കാം കേട്ടോ. ഇപ്പൊ USPP ഇപ്പൊ നമുക്കറിയാം. ഇപ്പൊ ഒരു ലബോറട്ടറി ഏരിയയില് പ്രധാനമായിട്ടും ഇവിടെ ലബോറട്ടറി ഏരിയയുമായി ബന്ധപ്പെട്ട് മൈക്രോബിയൽ കൾച്ചേഴ്സ്. ഇപ്പൊ നമ്മൾ ഹോസ്പിറ്റലൊക്കെ ചെല്ലുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും നമുക്ക് ഇൻഫെക്ഷൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കൾച്ചർ ചെയ്യണം എന്ന് പറയാറുണ്ട് അല്ലെ. ബ്ലഡോ യൂറിനോ ഒക്കെയാണ്, അതിലൊക്കെ ഇൻഫെക്ഷൻസ് ഉണ്ടെങ്കിൽ അത് കൾച്ചർ ചെയ്യാൻ വിടാൻ പറയാറുണ്ട് അല്ലെ ഡോക്ടേഴ്സ്. കേട്ടിട്ടില്ലേ? ലബോറട്ടറിയിൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് യൂറിനോ ബ്ലഡോ ഒക്കെ ആണെങ്കിൽ അത് പോയി കൊടുക്കേണ്ടതായിട്ട് വരും. അങ്ങനെ പലതരത്തിലുള്ള മൈക്രോബിയൽ കൾച്ചേഴ്സ് ലബോറട്ടറിയിൽ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ പ്രധാനമായിട്ടും അതിന്റെയൊക്കെ സ്പില്ലേജ് അല്ലെങ്കിൽ അതിന്റെയൊക്കെ ലീക്കേജ് വരിക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. അപ്പൊ അതിനെ കുറിച്ചാണ്, അതാണ് കൂടുതലും ഇവിടെ ഉൾപ്പെടുത്തുന്നത് കേട്ടോ. അപ്പൊ അതിൽ ഫസ്റ്റ് തന്നെ നമുക്കറിയാം, ഒരു സ്പില്ലേജുമായി ബന്ധപ്പെട്ട് നമ്മൾ ആദ്യം അതിനെ അപ്രോച്ച് ചെയ്യുന്നതിന് മുമ്പായിട്ട് അല്ലെങ്കിൽ അവിടുത്തെ ആ ഒരു പേഴ്സണൽസ് അല്ലെങ്കിൽ ജീവനക്കാർ എന്ത് ചെയ്യണം? അവര് PPE ധരിക്കണം അല്ലെ. പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് ധരിക്കണം, ലാബ് കോട്ടുകൾ ധരിക്കണം, കെമിക്കൽ റെസിസ്റ്റന്റ് ആയിട്ടുള്ള ഗ്ലൗസുകൾ ധരിക്കണം, സേഫ്റ്റി ഗ്ലാസസ് ധരിക്കണം, മാസ്ക് എന്നാണ് കേട്ടോ, അവിടെ മാസ്ക് അല്ല മാസ്ക് ആണ്, മാസ്കുകൾ ധരിക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവരുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് അവിടുത്തെ ജീവനക്കാര് ധരിച്ചിരിക്കണം. ആൻഡ് നോട്ടിഫൈ ഓൾ പേഴ്സൺസ് ഇൻ ഇമ്മീഡിയറ്റ് ഏരിയ ആൻഡ് vacate the area. അപ്പൊ അങ്ങനെ ഒരു സ്പില്ലേജ് അവിടെ നടന്നിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഈ മൈക്രോബിയൽ കൾച്ചർ പോലെയുള്ളതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ലീക്കേജ് അല്ലെങ്കിൽ സ്പില്ലേജ് ആണ് നടന്നിട്ടുള്ളതെങ്കിൽ മറ്റുള്ള ആളുകളെയൊക്കെ ഇങ്ങനെ ഒരു ലീക്കേജ് അവിടെ സംഭവിച്ചിട്ടുണ്ട് എന്ന് മറ്റുള്ള ആളുകളെയൊക്കെ നോട്ടിഫൈ ചെയ്യുക അല്ലെങ്കിൽ അറിയിക്കുക. ഉടനെ തന്നെ ആ ഒരു ഏരിയയെ വെക്കേറ്റ് ചെയ്യുക. അതായത് അവിടെയുള്ള ആളുകളെയൊക്കെ നമ്മൾ അവിടെ നിന്ന് ഒഴിക്കുക അല്ലെങ്കിൽ മാറ്റുക. Then cover the spill with absorbent material drenched in right disinfectant. അപ്പൊ നമുക്ക് ആ ഒരു സ്പില്ലുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അവിടെ ആ ഒരു ലീക്കേജ് വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു ഏരിയയിൽ നിന്നും ആ ഒരു സ്പില്ലേജ് സ്പ്രെഡ് ആയി പോകുന്നതിന് മുൻപ് തന്നെ അതുമായി ബന്ധപ്പെട്ട ആ സ്പിൽ കിറ്റുകളിലെ അബ്സോർബന്റ് മെറ്റീരിയൽ drenched in right disinfectant, ശരിയായിട്ടുള്ള ഡിസിൻഫെക്ടന്റിൽ മുക്കിയിട്ടുള്ള അല്ലെങ്കിൽ അത് മുക്കിയിട്ടുള്ള കൃത്യമായിട്ടുള്ള ആ ഒരു അബ്സോർബന്റ് മെറ്റീരിയൽ വെച്ച് ആ ഒരു സ്പില്ലിനെ കവർ ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഇത് സ്പ്രെഡ് ആയി പോകും. പ്രത്യേകിച്ച് മൈക്രോബിയൽ കൾച്ചേഴ്സ് ഒക്കെ ആകുമ്പോൾ രോഗങ്ങളും അതുമായി ബന്ധപ്പെട്ട് പെട്ടെന്ന് സ്പ്രെഡ് ആയി പോകാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ റൈറ്റ് ആയിട്ടുള്ള ശരിയായിട്ടുള്ള ഡിസിൻഫെക്ടന്റിൽ മുക്കിയിട്ടുള്ള അബ്സോർബന്റ് മെറ്റീരിയൽ വെച്ച് ഇതിനെ കവർ ചെയ്യുക. അത് ഹൈപ്പോക്ലോറൈഡ് സൊല്യൂഷൻ വിത്ത് എ കോൺസെൻട്രേഷൻ ഓഫ് 1% അവൈലബിൾ ക്ലോറിൻ ആൻഡ് 80% ethanol. സാധാരണയായിട്ട് യൂസ് ചെയ്യാറുള്ള ഡിസിൻഫെക്ടന്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, ഹൈപ്പോക്ലോറൈഡ് സൊല്യൂഷൻ. അതായത് 1% കോൺസെൻട്രേഷൻ ഓഫ് ക്ലോറിനും 80% കോൺസെൻട്രേഷൻ ഓഫ് എഥനോളും അടങ്ങിയിട്ടുള്ള ഹൈപ്പോക്ലോറൈഡ് സൊല്യൂഷൻ ആണ് സാധാരണ ഒരു ഡിസിൻഫെക്ടന്റ് ആയിട്ട് ഉപയോഗിക്കാറ്. അപ്പൊ അങ്ങനെയുള്ള ശരിയായിട്ടുള്ള ഏതെങ്കിലും ഡിസിൻഫെക്ടന്റുകൾ മുക്കിയിട്ടുള്ള അബ്സോർബന്റ് മെറ്റീരിയൽ വെച്ച് അതിനെ കവർ ചെയ്യുക. And leave for 10 to 30 minutes after pouring disinfectant solution around the spill. അതുപോലെ തന്നെ അതിന് ചുറ്റുമായിട്ട് ആ ഒരു സ്പില്ലേജ് നടന്നിരിക്കുന്നതിന്റെ ചുറ്റുമായിട്ട് ഈ സെയിം ഡിസിൻഫെക്ടന്റ് ഒഴിച്ചതിന് ശേഷം ഒരു 10 മുതൽ 30 മിനിറ്റ് വരെയും എന്ത് ചെയ്യുക? ഒന്ന് ലീവ് ചെയ്യുക, അല്ലെങ്കിൽ അതൊന്ന് വിടുക. അവിടെ അത് അങ്ങനെ തന്നെ ഇരിക്കാൻ വേണ്ടി ഒന്ന് വിടാം. Then rub the nearby area എന്നാണ്. Rub the nearby area using disinfectant solution. അതുപോലെ തന്നെ നിയർബൈ ഏരിയാസ് ഒക്കെ ഡിസിൻഫെക്ടന്റ് സൊല്യൂഷൻ ഉപയോഗിച്ച് തുടച്ചെടുക്കുക. Then clean the spillage and disinfectant solution and shift all polluted material to an appropriate waste bin. അപ്പൊ മറ്റുള്ള ഇടങ്ങളിലേക്ക് ഒന്നും സ്പ്രെഡ് ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കെയർഫുൾ ആയിട്ട് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? ആ ഒരു 30 മിനിറ്റ് അങ്ങനെ തന്നെ വെച്ചു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? ആ ഒരു സ്പില്ലേജും ആ ഒരു ഡിസിൻഫെക്ടന്റ് സൊല്യൂഷൻസും ഒക്കെ നമ്മൾ ഒഴിച്ചിട്ടുണ്ട്.
ഉണ്ടല്ലോ അതെല്ലാം ക്ലീൻ ചെയ്ത് അവിടെ നിന്ന് മാറ്റി പൊല്യൂട്ടഡ് ആയിട്ട് എല്ലാ പൊല്യൂട്ടഡ് ആയിട്ട് അല്ലെങ്കിൽ മലിനീകരിക്കപ്പെട്ട മെറ്റീരിയൽസും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള വേസ്റ്റ് കണ്ടെയ്നേഴ്സിൽ നമ്മൾ കൊണ്ടുപോയി നിക്ഷേപിക്കുന്നു. ആൻഡ് ദ സ്പില്ലേജ് ഈസ് ഹ്യൂജ് ഓർ ഇൻക്ലൂഡ്സ് എക്സ്ട്രീംലി ഇൻഫെക്ഷ്യസ് മൈക്രോ ഓർഗാനിസം. അപ്പൊ ആ സ്പില്ലേജ് വളരെ വലിയ രീതിയിലാണ് സംഭവിച്ചിരിക്കുന്നത്, വളരെ വലിയ രീതിയിലുള്ള ഒരു ലീക്കേജ് ആണ്, അല്ലെങ്കിൽ വളരെ എക്സ്ട്രീംലി ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസംസ് അടങ്ങിയിട്ടുള്ള മൈക്രോബിയൽ കൾച്ചറിൽ നിന്നാണ് ആ ഒരു ലീക്കേജ് വന്നിരിക്കുന്നതെങ്കിൽ cabinet may need to be decontaminated with formaldehyde gas by qualified staff before further use. Raise incident forms. അപ്പൊ അവിടെ വലിയ രീതിയിലുള്ളതാണ്, അല്ല എങ്കിൽ വലിയ ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസംസ് ആണെങ്കിൽ കുറച്ചുകൂടി നല്ല രീതിയിൽ നമ്മൾ അവിടെ കെയർഫുൾ ആയിട്ട് അത് എന്ത് ചെയ്യണം, മാനേജ് ചെയ്യണം. അപ്പൊ അതിനു വേണ്ടി ഇപ്പൊ ക്യാബിനറ്റ്സ് വെച്ചിരിക്കുന്ന ക്യാബിനറ്റ്സ് ഉൾപ്പെടെ എവിടെയൊക്കെയാണോ ആ സ്പില്ലേജ് വന്നിരിക്കുന്നത് ആ ഭാഗത്തെല്ലാം അവിടെ എന്തുപയോഗിച്ച് ഡീകണ്ടാമിനേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞേ, ഫോർമാൽഡിഹൈഡ് ഗ്യാസ് ഉപയോഗിച്ചുകൊണ്ട് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു സ്റ്റാഫ് ഫോർമാൽഡിഹൈഡ് ഗ്യാസ് ഉപയോഗിച്ചുകൊണ്ട് ആ ഭാഗത്തൊക്കെ ഡീകണ്ടാമിനേഷൻ അല്ലെങ്കിൽ അണുവിമുക്തമാക്കൽ നടത്തണം. അതിനുശേഷം എന്ത് ചെയ്യണം, എന്താണ് ബിഫോർ ഫർദർ യൂസ്, അതിനുശേഷം മാത്രമേ ബാക്കിയുള്ള മറ്റെന്ത് യൂസ് ഉപയോഗത്തിന് വേണ്ടിയും അത് കൊടുക്കാൻ പാടുള്ളൂ. അതുപോലെ റൈസ് ഇൻസിഡന്റ് ഫോംസ്, ഇങ്ങനെ ഒരു സംഭവം അവിടെ നടന്നിട്ടുണ്ട് എന്നതുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ട് അവിടുത്തെ അതുമായി ബന്ധപ്പെട്ട് അവരെ അറിയിക്കുകയും അവര് ഇൻസിഡന്റ് ഫോം അല്ലെങ്കിൽ ആ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട ഫോമുകൾ കൃത്യമായിട്ട് പരിശോധനകൾ നടത്തി എന്ത് ചെയ്യുന്നു, ഡോക്യുമെന്റ് ചെയ്യുകയും അല്ലെങ്കിൽ സൂക്ഷിക്കുകയും ചെയ്യും. അപ്പൊ ഇവിടെ ലബോറട്ടറി ഏരിയയുമായി ബന്ധപ്പെട്ട് പ്രധാനമായിട്ടും ഒരു മൈക്രോബിയൽ കൾച്ചേഴ്സുമായി ബന്ധപ്പെട്ടൊക്കെ എന്തെങ്കിലും സ്പില്ലേജുകൾ നടന്നിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള വർക്കേഴ്സ് PPE അല്ലെങ്കിൽ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്വിപ്മെന്റുകൾ ധരിക്കുക എന്നുള്ളതാണ്. അതിൽ ലാബ് കോട്ട് ആവാം, കെമിക്കൽ റെസിസ്റ്റന്റ് ആയിട്ടുള്ള ഗ്ലൗസുകൾ ആവാം, സേഫ്റ്റി ഗ്ലാസസ് ആവാം, മാസ്ക് പോലെയുള്ള പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്വിപ്മെന്റുകൾ ധരിക്കുക. രണ്ടാമത്തത് ഇങ്ങനെയൊരു അണ്ടർലൈൻ ചെയ്യാനുള്ള, നിങ്ങൾ ആദ്യം ഒന്നാമത്തെ കാര്യം ഇതൊന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് മിസ് പറഞ്ഞു തരാം കേട്ടോ. അതിനുശേഷം നോട്ടിഫൈ ഓൾ പേഴ്സൺസ് ഇൻ ഇമ്മീഡിയറ്റ് ഏരിയ ആൻഡ് വെക്കേറ്റ് ദ ഏരിയ. ആ ഒരു ഏരിയയിൽ എന്തെങ്കിലും ഇങ്ങനെ ഒരു സ്പില്ലേജ് നടന്നു എന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ ഉടനെ തന്നെ എന്ത് ചെയ്യുന്നത്, ആ ഒരു ഏരിയ ഇമ്മീഡിയറ്റ് ആയിട്ട് ആ ഒരു ഏരിയയിലെ എല്ലാ ആളുകളെയും അത് അറിയിക്കുകയും ആ ഒരു ഏരിയ വെക്കേറ്റ് ചെയ്ത് നിർത്തുകയും ചെയ്യുക, ആളുകളെ അവിടെ നിന്ന് ഒഴിപ്പിക്കുക. ദെൻ അതിനുശേഷം ഒരു അബ്സോർബൻ മെറ്റീരിയൽ, എങ്ങനെയുള്ള അബ്സോർബൻ മെറ്റീരിയൽ, ശരിയായിട്ടുള്ള ഡിസിൻഫെക്റ്റന്റ് മുക്കിയിട്ടുള്ള അല്ലെങ്കിൽ ഡിസിൻഫെക്റ്റന്റിൽ മുക്കിയ അബ്സോർബൻ മെറ്റീരിയൽ ആ സ്പില്ലിനെ കവർ ചെയ്തിടുക. അത് സാധാരണയായിട്ട് ഹൈപ്പോക്ലോറൈഡ് സൊല്യൂഷൻ കോൺസെൻട്രേഷൻ ഓഫ് 1% അവൈലബിൾ ആയിട്ടുള്ള ക്ലോറിനും ദെൻ 80% എഥനോളും അടങ്ങിയ ഹൈപ്പോക്ലോറൈഡ് സൊല്യൂഷൻ ആണ് സാധാരണ യൂസ് ചെയ്യാറുള്ള ഡിസിൻഫെക്റ്റന്റ് എന്ന് പറയുന്നത്. അതിനുശേഷം ഒരു 10 മുതൽ 30 മിനിറ്റ് വരെയും എന്ത് ചെയ്യുക, ആ ഒരു ഡിസിൻഫെക്റ്റന്റ് സൊല്യൂഷൻ അതിന് ചുറ്റും ഒക്കെ നമ്മളൊന്ന് ഒഴിച്ചിട്ട് ലീവ് ചെയ്ത് വെക്കാം, അതിലൊന്നും തൊടാതെ അത് അങ്ങനെ തന്നെ വെക്കാം. അതിനുശേഷം അതുപോലെ തന്നെ അതേ സമയത്ത് തന്നെ നമ്മൾ അതിന്റെ ചുറ്റുമുള്ള മറ്റേ ഏരിയാസ് ഒക്കെ റാപ്പ് ചെയ്ത് നല്ല രീതിയിൽ തുടച്ച് ഡിസിൻഫെക്റ്റന്റ് ഉപയോഗിച്ച് തുടങ്ങി. അപ്പൊ സ്പ്രെഡ് ആവുന്നതിന് തടയാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമ്മൾ ആ ഒരു അബ്സോർബൻ പാഡ് ഉപയോഗിച്ച് കവർ ചെയ്തിട്ടുള്ള ആ ഒരു സ്പില്ലും അതുമായി ബന്ധപ്പെട്ട് അതിന് ചുറ്റും നമ്മൾ ഒഴിച്ചിട്ടുള്ള ഡിസിൻഫെക്റ്റന്റ് സൊല്യൂഷൻ ഒക്കെ ക്ലീൻ ചെയ്തെടുക്കുക. അതിനുശേഷം അത് വേസ്റ്റ് കണ്ടെയ്നേഴ്സിൽ ഉചിതമായിട്ടുള്ള വേസ്റ്റ് കണ്ടെയ്നേഴ്സിലേക്ക് മാറ്റുക. അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള അല്ലെങ്കിൽ ഒരു എക്സ്ട്രീം ആയിട്ടുള്ള ഇൻഫെക്ഷസ് മൈക്രോ ഓർഗാനിസംസ് ആണ് ഈ ലീക്കേജ് സംഭവിച്ചിരിക്കുന്നതെങ്കിൽ അവിടെ ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള സ്റ്റാഫുകളെ വെച്ച് ഫോർമാൽഡിഹൈഡ് ഗ്യാസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഡീകണ്ടാമിനേഷൻ ചെയ്യാനായിട്ട് സാധിക്കണം. അതിനുശേഷം മാത്രമേ നമ്മൾ ഫർദർ ആയിട്ടുള്ള ഉപയോഗത്തിന് വേണ്ടത് മറ്റുള്ളവർക്ക് കൊടുക്കാൻ പാടുള്ളൂ. അപ്പൊ ഇത്രയും കാര്യങ്ങളുണ്ട്. അതിലാദ്യം നിങ്ങൾ നോക്കേണ്ടത്, ഒന്നാമത്തെ കാര്യം ചോദിക്കാവുന്നത് ഈ സ്പില്ലിംഗ് ലബോറട്ടറി ഏരിയയുമായി ബന്ധപ്പെട്ട സ്റ്റെപ്സ് ഏതൊക്കെയാണെന്ന് ചോദിക്കാം. മനസ്സിലായോ? അതിൽ ഏത് സ്റ്റെപ്പ് വേണമെന്ന് ചോദിക്കാം. PPE ഉപയോഗിക്കണം, അപ്പൊ അതിൽ നോട്ടിഫൈ അതേഴ്സ്, അതുപോലെ തന്നെ കവർ ദ സ്പിൽ വിത്ത് അബ്സോർബൻ മെറ്റീരിയൽ ഡ്രെഞ്ച്ഡ് ഇൻ ദ റൈറ്റ് ഡിസിൻഫെക്റ്റഡ്, അതുപോലെ 10 to 30 മിനിറ്റ്സ്. അങ്ങനെ ഏതൊരു സ്റ്റെപ്പ് ചോദിച്ചാലും അത് ഇതിൽ ഉൾപ്പെടുന്നതാണെന്ന് മനസ്സിലാക്കണം. ക്ലിയർ ആണോ? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, അതിൽ ഉൾപ്പെടുന്ന സ്റ്റെപ്പുകൾ ഏതൊക്കെയെന്ന് ചോദിക്കാം. അതൊന്നാമത്തെ ക്വസ്റ്റ്യൻ. രണ്ടാമത്തേത് വരുന്നത് എക്സ്ട്രീംലി ഇൻഫെഷ്യസ് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസംസ് ആണെങ്കിൽ ക്യാബിനറ്റും മറ്റ് ഇടങ്ങളും ഒക്കെ നമ്മൾ ഡീകണ്ടാമിനേറ്റ് ചെയ്യുന്നത് ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള സ്റ്റാഫിനെ വെച്ചുകൊണ്ട് ഫോർമാൽഡിഹൈഡ് ഗ്യാസ് ഉപയോഗിച്ചുകൊണ്ടാണ്. അതൊന്ന് അണ്ടർലൈൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അത് ചോദിക്കാറുണ്ട്. ഫോർമാൽഡിഹൈഡ് ഗ്യാസ് ഉപയോഗിച്ചുകൊണ്ട് ക്വാളിഫൈഡ് ആയിട്ടുള്ള സ്റ്റാഫുകൾ അത് ഡീകണ്ടാമിനേറ്റ് ചെയ്ത് അണുവിമുക്തമാക്കിയതിനു ശേഷം മാത്രമേ അത് ഫർദർ യൂസിന് വേണ്ടി കൊടുക്കുകയുള്ളൂ.
ക്ലിയർ ആണോ? ഇത്രയാണ് അതിൽ നിന്ന് ചോദിച്ചു കണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻസ് കേട്ടോ. അത് നോട്ട് ചെയ്ത് വെച്ചോ. ഓക്കെ, ഫസ്റ്റ് ഫില്ലിൻ ലബോറട്ടറി ഏരിയ മൈക്രോബിയൽ കൾച്ചർ വേഗം ഒന്ന് വായിച്ചു നോക്കിയേ. വായിച്ചു കഴിയുമ്പോൾ ഒന്ന് റിപ്ലൈ ചെയ്യണേ. ഓക്കെ, ക്ലിയർ അല്ലേ? ലാസ്റ്റ് വണ്ണാണ് ഫാർമസ്യൂട്ടിക്കൽസ് വില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ്. ഫാർമസ്യൂട്ടിക്കൽസ് വില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റിലും ഇതുപോലെ തന്നെയുള്ള കുറേയധികം നമ്മൾ പറഞ്ഞിട്ടുള്ള അതേപോലെയുള്ള സ്റ്റെപ്പുകളൊക്കെ തന്നെയാണ്. അപ്പൊ സ്റ്റെപ്സ് ഒന്നും ജനറലി നിങ്ങളൊന്ന് ഏതൊക്കെ സ്റ്റെപ്പ് ആണെന്ന് പഠിച്ചു വെച്ച് കഴിഞ്ഞാല് എല്ലാത്തിലും നമുക്ക് അത് അപ്ലൈ ചെയ്യാൻ പറ്റും. കുറച്ച് സ്റ്റെപ്സ് നമുക്ക് കൃത്യമായിട്ട് നമുക്കറിയാലോ, എല്ലാത്തിലും യൂസ് ചെയ്യുന്ന കുറച്ച് സ്റ്റെപ്പുകളുണ്ട്. അതൊന്ന് പഠിച്ചു വെക്കുകയാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടാവില്ല. അപ്പൊ അതില് ആ സ്റ്റെപ്പുകൾ എല്ലാത്തിന്റെയും കോമൺ ആയിട്ടുള്ളതൊന്ന് പഠിച്ചു വെക്കുക. അതിൽ ഓരോന്നിലും എന്തൊക്കെ വ്യത്യാസങ്ങളാണ് വരുന്നത്, ചില വ്യത്യാസങ്ങളായിരിക്കും ഉണ്ടാവുക. അപ്പൊ അത്രയും മാത്രം കാര്യങ്ങൾ മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ബാക്കിയെല്ലാം കണക്ട് ചെയ്യാൻ പറ്റും കേട്ടോ. Then pharmaceuticals village waste managementമായി ബന്ധപ്പെട്ട് steps to be taken for managing pharmaceuticals village waste are. എന്തൊക്കെയാണ് pharmaceuticals village wasteമായി ബന്ധപ്പെട്ട് യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ അവർ എന്തൊക്കെ സ്റ്റെപ്പുകളാണ് ഉപയോഗിക്കുന്നത്? ഫസ്റ്റ് വൺ ആണ് യൂസ് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ്. ഇത് നമ്മൾ എല്ലാത്തിലും പറയുന്ന സ്റ്റെപ്പാണ് അല്ലെ. PPE ഉപയോഗിക്കുക, പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റുകൾ ഉപയോഗിക്കുക. Personnel should use suitable PPE like gloves, goggles, and respirators before going to the spill to prevent contact with the dangerous substances. For pharmaceuticals village wasteമായി ബന്ധപ്പെട്ട് ആദ്യത്തെ സ്റ്റെപ്പാണ് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റുകൾ ധരിക്കാറുള്ളത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യാൻ പോകുന്ന ജീവനക്കാര് അവർക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള അനുയോജ്യമായിട്ടുള്ള ഗ്ലൗസുകളോ ഗൂഗിൾസ് കണ്ണടകളോ റെസ്പിറേറ്റേഴ്സോ അതായത് അതും അങ്ങനെയുള്ള എന്തെങ്കിലും പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് അവരുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള എല്ലാ തരത്തിലുമുള്ള പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റുകൾ ധരിക്കുകയും അതും അവരുടെ ഡേഞ്ചറസ് സബ്സ്റ്റൻസുകളുമായി ബന്ധപ്പെട്ട കോണ്ടാക്റ്റുകൾ തടയുകയും ചെയ്യുക. രണ്ടാമത്തത് contain the spill. Use absorbent material such as spill kits to contain the spill and prevent it from spreading. Put the material in a labeled hazardous bag of container for disposal. രണ്ടാമത്തേത് എന്താ? അബ്സോർബന്റ് മെറ്റീരിയൽസ് ഉപയോഗിക്കുക. അതിന് വേണ്ടിയിട്ട് അതിൻ്റെതായിട്ടുള്ള സ്പിൽ കിറ്റുകൾ ഉണ്ടാവും. അതിൽ നിന്നും അബ്സോർബന്റ് മെറ്റീരിയൽസ് അനുയോജ്യമായിട്ടുള്ളവ എടുക്കുകയും അത് ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു സ്പില്ലിനെ കണ്ടെയ്ൻ ചെയ്യുക, അത് സ്പ്രെഡ് ആവുന്നതിനെ തടയുക. അത് പുത്ത മെറ്റീരിയൽ അതിനുശേഷം ഇതുമായി ബന്ധപ്പെട്ട ഒരു സ്പില്ല് വലിച്ചെടുക്കാൻ സഹായിച്ച ആ അബ്സോർബൻ മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ എന്താ ഹസാർഡസ് ബാഗ് എന്ന് ലേബൽ ചെയ്തിട്ടുള്ള കണ്ടെയ്നറിൽ ഡിസ്പോസലിന് വേണ്ടി നിക്ഷേപിക്കുക. ദെൻ മൂന്നാമത്തത് ക്ലീൻ അപ്പ് ദ സ്പിൽ. ആ ഒരു സ്പില്ലേജ് ഏരിയ വൃത്തിയാക്കുക. Abide by the manufacturer's directive for the correct use of absorbent material to clean the spill. Be cautious not to spread the pharmaceutical drug clean up.
എന്താണ് ഡ്യൂറിങ് ക്ലീനപ്പ്. ഇവിടെ അപ്പൊ ഇതാ മാനുഫാക്ചേഴ്സിന്റെ ഡയറക്റ്റീവ്സ് അനുസരിച്ച് എങ്ങനെയാണോ അവർ അബ്സോർബന്റ് മെറ്റീരിയൽസ് ഒക്കെ ഉപയോഗിക്കേണ്ടത്, അതുമായി ബന്ധപ്പെട്ട ഡിസിൻഫെക്ടന്റുകൾ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, ഇതെല്ലാം പ്രോപ്പർ ആയിട്ട് അവരുടെ നിർദ്ദേശപ്രകാരം തന്നെ പാലിക്കുകയും അതിനനുസരിച്ച് അത് ആ ഒരു മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ട് ഈ പറയുന്ന സ്പില്ലേജ് നടന്ന ഏരിയയിൽ ക്ലീൻ ചെയ്യുകയും ചെയ്യുക. എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരിക്കലും നമ്മൾ ഈ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയുള്ള മെറ്റീരിയൽസ് സ്പ്രെഡ് ആവാതെ സൂക്ഷിക്കുക. ദെൻ നെക്സ്റ്റ് വൺ ആണ് ഡിസ്പോസ് ഓഫ് വേസ്റ്റ്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് കോണ്ടാക്റ്റിൽ വന്നിരിക്കുന്ന എല്ലാ മെറ്റീരിയൽസും, all material that come into contact with the pharmaceutical should be discarded as hazardous waste in labeled bags or containers. ഇങ്ങനെ ഇതുമായിട്ട് കോണ്ടാക്റ്റിൽ വന്നിരിക്കുന്ന എന്തൊക്കെ ഫാർമസ്യൂട്ടിക്കൽ മെറ്റീരിയൽസ് ഉണ്ടോ അതെല്ലാം നമ്മൾ ഹസാർഡസ് വേസ്റ്റ് എന്ന് ലേബിൾ ചെയ്തിരിക്കുന്ന ബാഗ് അല്ലെങ്കിൽ കണ്ടെയ്നറിലാക്കിയിട്ട് ഡിസ്കാർഡ് ചെയ്യാൻ അല്ലെങ്കിൽ നിർമ്മാർജ്ജനം ചെയ്യാനായിട്ടായിരിക്കും. ഫോളോ ലോക്കൽ, സ്റ്റേറ്റ് ആൻഡ് ഫെഡറൽ റെഗുലേഷൻസ് ഫോർ ദ ഡിസ്പോസൽ ഓഫ് ഹസാർഡസ് വേസ്റ്റ്. കാരണം ഇത് ഹസാർഡസ് ആയിട്ടുള്ള അപകടകരമായിട്ടുള്ള വേസ്റ്റ് ആയതുകൊണ്ട് തന്നെ ലോക്കൽ ആയിട്ടുള്ള സ്റ്റേറ്റ് ആയിക്കോട്ടെ ഫെഡറൽ റെഗുലേഷൻസ് അല്ലെങ്കിൽ നിയന്ത്രണങ്ങളൊക്കെ പാലിച്ചുകൊണ്ടായിരിക്കണം ഇത് എന്ത് ചെയ്യേണ്ടത്, ഡിസ്പോസൽ ചെയ്യേണ്ടത്. ലാസ്റ്റ് വൺ ആണ് റിപ്പോർട്ട് ദ സ്പിൽ. ഇങ്ങനെ ഒരു സ്പില്ലേജ് നടന്നിട്ടുണ്ടെങ്കിൽ ഇന്റിമേറ്റ് ടു ദ കൺസേൺ പേഴ്സൺ ഫോർ ഡോക്യുമെന്റേഷൻ ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ. ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെന്ന് അവർ അറിയിക്കുകയും അവർ വന്ന പരിശോധനകൾ നടത്തി കൃത്യമായിട്ട് ഡോക്യുമെന്റ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പൊ എന്തൊക്കെയാണ് നമ്മുടെ ഒരു ഫാർമസ്യൂട്ടിക്കൽ സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്? PPE ധരിക്കുക, കൃത്യമായിട്ടുള്ള അവിടുത്തെ ജീവനക്കാര് അവർക്ക് അനുയോജ്യമായിട്ടുള്ള പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റുകൾ ധരിക്കുകയും ആ ഡേഞ്ചറസ് സബ്സ്റ്റൻസുമായിട്ടുള്ള കോൺടാക്റ്റുകൾ തടയുകയും ചെയ്യണം. രണ്ടാമത്തത് യൂസ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സ്പിൽ കിറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് അതിൽ അബ്സോർബന്റ് പാഡുകൾ ഉപയോഗിച്ചുകൊണ്ട് ആ മെറ്റീരിയൽസ് കൃത്യമായിട്ട് അവിടെ നിന്ന് മാറ്റുക, തുടച്ചു മാറ്റുക, അത് സ്പ്രെഡ് ആവുന്നതിന് തടയുകയും ചെയ്യുക. അതിനുശേഷം ഈ മെറ്റീരിയൽസ് ഡേഞ്ചറസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഹസാർഡസ് ബാഗ് അല്ലെങ്കിൽ കണ്ടെയ്നറിലേക്ക് എന്ത് ചെയ്യുക, നിക്ഷേപിക്കുക. അതുപോലെ തന്നെ ആ ഒരു ഏരിയ അതിനുശേഷം നമ്മൾ ആ ഒരു കൃത്യമായിട്ടുള്ള സ്പിൽ കിറ്റിലെ ഡിസിൻഫെക്ടന്റും കാര്യങ്ങളും പാഡൊക്കെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ആ ഒരു ഏരിയ വൃത്തിയാക്കി വിമുക്തമാക്കി മാറ്റുകയും ചെയ്യുക. എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ഏതൊരു സ്പില്ലേജ് നമ്മൾ ക്ലീൻ ചെയ്യുമ്പോഴും അത് മറ്റുള്ള ഇടങ്ങളിലേക്ക് സ്പ്രെഡ് ആവാതെ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. നെക്സ്റ്റ് പറഞ്ഞത് ഡിസ്പോസ് ഓഫ് വേസ്റ്റ്. ഇതുമായി ബന്ധപ്പെട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടി എന്തൊക്കെ മെറ്റീരിയൽസ് നമ്മൾ കോണ്ടാക്ട് ചെയ്ത് വന്നിട്ടുണ്ടോ അതെല്ലാം നമ്മൾ ഹസാർഡസ് വേസ്റ്റ് ബാഗ് അല്ലെങ്കിൽ കണ്ടെയ്നറിൽ രേഖപ്പെടുത്തി ലേബൽ ചെയ്തിരിക്കുന്നതിലേക്ക് നിക്ഷേപിക്കുകയും ഡിസ്പോസൽ ചെയ്യുകയും ഹസാർഡസ് ആയിട്ടുള്ള വേസ്റ്റ് ആയതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള ലോക്കൽ നിയന്ത്രണങ്ങൾ, സ്റ്റേറ്റ് നിയന്ത്രണങ്ങൾ, ഫെഡറൽ നിയന്ത്രണങ്ങളൊക്കെ അനുസരിച്ചായിരിക്കണം അത് ഡിസ്പോസ് ചെയ്യേണ്ടത്. ലാസ്റ്റ് പറഞ്ഞത് ഇപ്പൊ ഇങ്ങനെ ഒരു സ്പില്ലേജ് അവിടെ നടന്നിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് അതിന് കൺസേൺഡ് ആയിട്ടുള്ള സ്റ്റാഫുകളെ അറിയിക്കുകയും അവരത് പരിശോധിക്കുകയും അത് ഡോക്യുമെന്റ് ചെയ്യുകയും വേണം. വേഗം ഒന്ന് വായിച്ചു നോക്കിയ ഫാർമസ്യൂട്ടിക്കൽ സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ്. ക്ലിയർ ആണോ? ഓക്കെ, നമ്മുടെ ടൈപ്സ് കഴിഞ്ഞു കേട്ടോ. നെക്സ്റ്റ് അടുത്തൊരു സെക്ഷൻ ആണ് ട്രെയിനിങ് ആൻഡ് എഡ്യൂക്കേഷൻ ഫോർ സ്പില്ലേജ് വേസ്റ്റ്. സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ പരിശീലനങ്ങളും എഡ്യൂക്കേഷൻസും ആണ് അവിടുത്തെ എംപ്ലോയീസിനായിക്കോട്ടെ അവിടെയുള്ള ആളുകൾ കൊടുക്കേണ്ടത്. Here are some important aspects of training and education for spillage waste management in hospital. ഒരു ഹോസ്പിറ്റലില് സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട പരിശീലനങ്ങളും വിദ്യാഭ്യാസം അല്ലെങ്കിൽ അവയർനെസ് അവബോധങ്ങളും എങ്ങനെ എന്തൊക്കെ ആസ്പെക്ടുകളിലൂടെയാണ് കൊടുക്കേണ്ടത്. അതിൽ ഫസ്റ്റ് വൺ ആണ് ഐഡന്റിഫിക്കേഷൻ ഓഫ് സ്പില്ലേജ് വേസ്റ്റ്. ഒരു സ്പില്ലേജ് വേസ്റ്റ് നടന്നാല് അത് എങ്ങനെ തിരിച്ചറിയണം, ഏത് തരത്തിലുള്ളതാണെന്ന് നമ്മൾ ആദ്യം തിരിച്ചറിയണം, അല്ലെ? എന്നാലല്ലേ നമുക്ക് കൃത്യമായിട്ട് അത് മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് ഒന്നാമത്തെ.
Proper training should be given to the health workers to identify various types of spillage waste and the related risk and danger. ഏത് തരത്തിലുള്ള സ്പില്ലേജ് വേസ്റ്റ് ആണ് അവിടെ നടന്നിട്ടുള്ളത് എന്ന് തിരിച്ചറിയാൽ മാത്രമേ നമുക്ക് അതിനനുസരിച്ചുള്ള അതുമായി ബന്ധപ്പെട്ട അപകട സാധ്യതകളും റിസ്കും അതുപോലെ തന്നെ ഡേഞ്ചർ അപകടങ്ങളും അപകട സാധ്യതകളും ഒക്കെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ എപ്പോഴും ഹോസ്പിറ്റൽ ഒരു ഹെൽത്ത് വർക്കർ ഇതുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന ഹെൽത്ത് വർക്കേഴ്സിന്, കാരണം എപ്പോഴാണ് സ്പില്ലേജ് വേസ്റ്റ് വരാൻ പോകുന്നത്? നമുക്കൊരു ലബോറട്ടറിയിൽ വർക്ക് ചെയ്യുന്ന ആളുകളായിരിക്കാം, അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും വർക്ക് ചെയ്യുന്നത്, റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്നത്, പെട്ടെന്നായിരിക്കാം ഒരു സ്പില്ലേജ് വേസ്റ്റ് ലീക്കേജ് ഒക്കെ വരാൻ പോകുന്നത്. അപ്പൊ ആ സമയത്ത് ഒരിക്കലും മറ്റൊരാൾ വരട്ടെ അല്ലെങ്കിൽ അവർ വരട്ടെ എന്ന് പറഞ്ഞ് വിധിക്കാൻ പറ്റില്ല, അല്ലെ? ഉടനെ തന്നെ നമുക്ക് അവിടുത്തെ ഒരു ഹെൽത്ത് വർക്കേഴ്സിന് എല്ലാവർക്കും കൊടുക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. അപ്പൊ അവർക്ക് എല്ലാവർക്കും എന്ത് ചെയ്യണം? കൃത്യമായിട്ട് അതിനുള്ള ട്രെയിനിങ് എഡ്യൂക്കേഷൻ കൊടുത്തിരിക്കണം. അപ്പൊ ഇവിടെ ആദ്യം നമ്മൾ കൊടുക്കേണ്ട പരിശീലനം എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഏത് തരത്തിലുള്ള സ്പില്ലേജ് ആണ് നടന്നിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക, അതിന്റെ അപകട സാധ്യത എത്രത്തോളം ഉണ്ട്, അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ അപകടങ്ങൾ വരുന്നുണ്ട് എന്നൊക്കെ മനസ്സിലാക്കാനുള്ള പ്രോപ്പർ ആയിട്ടുള്ള ട്രെയിനിങ്ങുകൾ ഹെൽത്ത് വർക്കേഴ്സിന് കൃത്യമായി നൽകുക എന്നതാണ് ഒന്നാമത്തെ കാര്യം. അതാണ് ഐഡന്റിഫിക്കേഷൻ ഓഫ് സ്പില്ലേജ് വേസ്റ്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തത് ഹാൻഡ്ലിംഗ് ആൻഡ് ഡിസ്പോസൽ പ്രൊസീജിയേഴ്സ്. പ്രോപ്പർ ട്രെയിനിങ് ഷുഡ് ബി ഗിവൺ ടു ദ ഹെൽത്ത് വർക്കേഴ്സ് handling and disposal procedure for each type of spillage waste, and this consists of use of personal protective equipment, containment of the spill and the proper disposal of the waste. ഇവിടെ അടുത്തതായിട്ട് ഹാൻഡ്ലിംഗ് ആൻഡ് ഡിസ്പോസൽ പ്രൊസീജിയേഴ്സ്, എങ്ങനെ ഈ സ്പില്ലേജ് വേസ്റ്റ് കൈകാര്യം ചെയ്യണം, എങ്ങനെ ഇത് ഡിസ്പോസ് ചെയ്യാനുള്ള നടപടിക്രമങ്ങൾ എങ്ങനെയാണ്, അതിനെക്കുറിച്ചും പ്രോപ്പർ ആയിട്ടുള്ള ട്രെയിനിങ് കൊടുക്കണം, അല്ലെ? പ്രോപ്പർ ട്രെയിനിങ് ഷുഡ് ബി ഗിവൺ ടു ദ ഹെൽത്ത് വർക്കേഴ്സ് ഹാൻഡ്ലിംഗ് ആൻഡ് ഡിസ്പോസൽ പ്രൊസീജിയേഴ്സ്. എങ്ങനെ ഒരു സ്പില്ലേജ് വന്നു, അത് എന്ത് സ്പില്ലേജ് ടൈപ്പ് ഓഫ് സ്പില്ലേജ് ആണെന്ന് കണ്ടെത്തുന്നത്, അതിനുശേഷം അതെങ്ങനെ നമുക്ക് കൈകാര്യം ചെയ്യണം, അല്ലെ? ഏത് ടൈപ്പ് ഓഫ് സ്പില്ലേജ് ആണെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ അതിനെങ്ങനെ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും, അതിനെങ്ങനെ നമുക്ക് ഡിസ്പോസ് ചെയ്യാൻ പറ്റും, ഡിസ്പോസൽ പ്രൊസീജിയേഴ്സ് അതിന്റെ എന്തൊക്കെയാണ്, അതിനെക്കുറിച്ച് ഹെൽത്ത് വർക്കേഴ്സിന് ട്രെയിനിങ്ങും എഡ്യൂക്കേഷൻസും നൽകിയിരിക്കണം. ഈ ഓരോ ടൈപ്പ് ഓഫ് സ്പില്ലേജ് വേസ്റ്റും വ്യത്യസ്തമായിട്ടാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്, അല്ലെ? എല്ലാം ഒരുപോലെയല്ല, വ്യത്യസ്തമായിട്ടുള്ള ഡിസിൻഫെക്ടന്റുകൾ, വ്യത്യസ്തമായിട്ടുള്ള അബ്സോർബന്റ് പാഡുകൾ, അതൊക്കെ വ്യത്യസ്തമായിട്ടുള്ള പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്, ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. അപ്പൊ അതിനനുസരിച്ച് കൃത്യമായിട്ട് ഏത് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റുകൾ ധരിക്കണം, അതിനനുസരിച്ച് എങ്ങനെ നമുക്ക് ആ ഒരു സ്പില്ലിനെ കണ്ടെയ്ൻ ചെയ്തെടുക്കാൻ പറ്റണം, എന്തുപയോഗിച്ചുകൊണ്ട് എങ്ങനെ നമുക്ക് ആ ഒരു വേസ്റ്റ് പ്രോപ്പർ ആയിട്ട് ഡിസ്പോസ് ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് അവിടുത്തെ ഹെൽത്ത് വർക്കേഴ്സിന് കൃത്യമായിട്ടുള്ള പരിശീലനങ്ങളും എഡ്യൂക്കേഷൻസും നൽകുക എന്നതാണ് ഹാൻഡ്ലിംഗ് ആൻഡ് ഡിസ്പോസൽ പ്രൊസീജിയറിൽ പറയുന്നത്. മൂന്നാമത്തത് റെസ്പോൺസ് പ്ലാൻ. The hospital must maintain a response plan in place for spillage incident. ഇങ്ങനെ ഒരു സ്പില്ലേജ് വന്നു കഴിഞ്ഞാൽ അതിനെതിരെ എങ്ങനെ നടപടി എടുക്കണം, അല്ലെങ്കിൽ അതിനെതിരെ എങ്ങനെ പ്രവർത്തിക്കണം, അല്ലെങ്കിൽ എങ്ങനെ റെസ്പോൺസ് ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിനൊരു മറുപടി കൊടുക്കേണ്ടത് എന്നതിനെ കുറിച്ച് ഒരു റെസ്പോൺസ് പ്ലാൻ എല്ലാ ഹോസ്പിറ്റലിലും നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കും. ആൻഡ് ഹോസ്പിറ്റൽ മസ്റ്റ് മെയിൻറ്റെയിൻ, എന്താണ് അടുത്തത് പറയാം, ഹോസ്പിറ്റൽ എന്താണ് എപ്പോഴും ഹെൽത്ത് വർക്കേഴ്സ്, ഹെൽത്ത് കെയർ വർക്കേഴ്സിന് ഇതിനെ കുറിച്ചുള്ള ഒരു ട്രെയിനിങ്, അതായത് ഈ റെസ്പോൺസ് പ്ലാൻസിനെ കുറിച്ച് അതുമായി ബന്ധപ്പെട്ട സ്റ്റെപ്പുകൾ, എങ്ങനെ ഒരു സ്പില്ലേജ് വന്നു, ആ സ്പില്ലേജുമായി ബന്ധപ്പെട്ട് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, അതിനുശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ്, അതിനെ കുറിച്ച് അത് നമ്മൾ എന്തായാലും ചെയ്യേണ്ട കാര്യം എന്ത് തന്നെയാണ്, മറ്റുള്ളവരെ അറിയിക്കുക, ഒരു ഏരിയ വെറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ആ ഒരു ഏരിയ വെക്കേറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയണമല്ലോ. അപ്പൊ അതിന് ആ ഒരു റെസ്പോൺസ് പ്ലാൻ എങ്ങനെയാണ്, അതിലെ സ്റ്റെപ്പുകൾ എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ച് കൃത്യമായിട്ട് ഹെൽത്ത് വർക്കേഴ്സിന് എന്താണ് മനസ്സിലാക്കണം. ആരെ നമ്മളിപ്പോ ഒരു സ്പില്ലേജ് വന്നാൽ ആരെ നമ്മൾ ആദ്യം കോണ്ടാക്ട് ചെയ്യണം, ടു കോണ്ടാക്ട്, ആരെയാണ് നമ്മൾ ആദ്യം കോണ്ടാക്ട് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ആ ഒരു സ്പില്ലേജ് നമുക്ക് എന്ത് ചെയ്യാം, മറ്റുള്ളവർക്ക് സ്പ്രെഡ് ആയി പോകുന്നതിൽ നിന്ന് തടയാൻ പറ്റുന്നത്, അതുപോലെ തന്നെ ഹൗ ടു ക്ലിയർ ആൻഡ് ഡിസ്കാർഡ് ദ വേസ്റ്റ്, എങ്ങനെ നമുക്ക് ആ ഒരു സ്പില്ലേജ് ക്ലിയർ ചെയ്യാൻ പറ്റും, ക്ലീൻ ചെയ്യാൻ പറ്റും, എങ്ങനെ നമുക്ക് ആ ഒരു വേസ്റ്റ് ഡിസ്കാർഡ് ചെയ്യാൻ പറ്റും, അതിനൊക്കെ ഒരു സ്റ്റെപ്പ് വൈസ് ആയിട്ട് നമ്മൾ ആ ഒരു പ്ലാൻ നടപ്പിലാക്കുന്നത്. ആ സ്റ്റെപ്പുകളെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു അറിവ്, അല്ലെങ്കിൽ ആ ഒരു റെസ്പോൺസ് പ്ലാനിനെ കുറിച്ചുള്ള അറിവ് അവിടുത്തെ ഹെൽത്ത് വർക്കേഴ്സിന് ട്രെയിനിങ്ങും അതിനുള്ള പരിശീലനവും എഡ്യൂക്കേഷൻസും നൽകുക. നാലാമത്തതാണ്
കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയം. കമ്മ്യൂണിക്കേഷൻ ഈസ് നെസസറി ഫോർ സക്സസ്ഫുൾ സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ്. ഒരു വിജയകരമായിട്ടുള്ള ഒരു സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റിന് അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ആശയവിനിമയം എന്ന് പറയുന്നത്. ശരിയായിട്ടുള്ള ട്രെയിനിങ്, പ്രോപ്പർ ട്രെയിനിങ് ഷുഡ് ബി given to health workers to communicate effectively with each other and with other departments. അപ്പോൾ ഇവിടെ ഹെൽത്ത് വർക്കേഴ്സിന് അവർ ശരിയായിട്ടുള്ള പരിശീലനങ്ങൾ നൽകുക. അതായത് അവര് മാത്രം ആ ഒരു സ്പില്ലേജ് ലീക്കേജ് കണ്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരുമായിട്ട് എങ്ങനെ ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും, മറ്റു ഡിപ്പാർട്ട്മെന്റുകളെ നമുക്ക് ഇത് എങ്ങനെ അറിയിക്കാൻ പറ്റും, അങ്ങനെ എങ്ങനെ കമ്മ്യൂണിക്കേഷൻ എഫക്റ്റീവ് ആയിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഒരു എൻവയോൺമെന്റൽ സർവീസ്, departments like environmental services to make sure that spillage waste is properly handled and discarded. ശരിയായ രീതിയിൽ ഈ ഒരു എന്താണ് സ്പില്ലേജ് വേസ്റ്റ് ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യുന്നുണ്ട്, അത് നിർമ്മാർജ്ജനം ചെയ്യുന്നുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് അത് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ഒരു എൻവയോൺമെന്റൽ സർവീസുകളെ എന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ, മറ്റു ഡിപ്പാർട്ട്മെന്റുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ എങ്ങനെ എഫക്റ്റീവ് ആയിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, അതിനുവേണ്ടി ഏതൊക്കെ മാർഗങ്ങൾ നമുക്ക് ഉപയോഗിക്കാം, അതിനെ കുറിച്ചുള്ള പ്രോപ്പർ ആയിട്ടുള്ള ട്രെയിനിങ് അല്ലെങ്കിൽ എഡ്യൂക്കേഷൻസ് എംപ്ലോയീസിന് കൊടുക്കണം. അതുപോലെ തന്നെ റെക്കോർഡ് കീപ്പിംഗ്, റെക്കോർഡുകൾ കീപ്പ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യം. നമുക്ക് ഇനഫ് ട്രെയിനിങ് given to health workers in record keeping procedure for spillage waste. This consists of documentation of the spill, the kind of the waste, the handling and disposal procedures used, and any follow-up action taken. ഇവിടെ ഓരോ കാര്യങ്ങളും ഒരു സ്പില്ലേജ് വേസ്റ്റ് നടന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഇന്നൊരു ഏരിയയിൽ സ്പില്ലേജ് വേസ്റ്റ് നടന്നു, അത് ഏത് തരത്തിലുള്ള സ്പില്ലാണ് അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ലീക്കേജ് ആണ്, അത് കൃത്യമായിട്ട് ഡോക്യുമെന്റ് ചെയ്യണം. അതുപോലെ തന്നെ ഏത് തരത്തിലുള്ള വേസ്റ്റസ് ആണ് ഇതിൽ നിന്ന് വരുന്നത്, ബയോ ഹസാർഡസ് ആയിട്ടുള്ളതാണോ അല്ലെങ്കിൽ ഡേഞ്ചറസ് ആയിട്ടുള്ളതാണോ, അത് ഏത് തരത്തിലുള്ളതാണെന്ന് മനസ്സിലാക്കണം. അതുപോലെ തന്നെ അത് എങ്ങനെ കൈകാര്യം ചെയ്യുന്നു, എങ്ങനെയാണ് അതിന്റെ ഡിസ്പോസൽ പ്രൊസീജിയേഴ്സ്, ഏത് ഡിസ്പോസൽ പ്രൊസീജിയർ ആണ് നമ്മൾ യൂസ് ചെയ്തത്, അത് തുടർ നടപടികൾ എന്തെങ്കിലും നമ്മൾ അതിന് വേണ്ടിയിട്ട് എടുത്തോ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ഈ പറയുന്ന എംപ്ലോയീസ് അല്ലെങ്കിൽ അവിടുത്തെ ഹെൽത്ത് വർക്കേഴ്സ് ഡോക്യുമെന്റ് ചെയ്യണം അല്ലെങ്കിൽ രേഖപ്പെടുത്തി വെക്കണം. അങ്ങനെ കൃത്യമായിട്ട് റെക്കോർഡുകൾ ഇതുമായി ബന്ധപ്പെട്ട് കീപ്പ് ചെയ്യാനായിട്ട് എന്തൊക്കെ പ്രൊസീജിയേഴ്സ് അവർ കൊടുത്തു, അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് റെക്കോർഡാക്കി കീപ്പ് ചെയ്യുന്നതിന് വേണ്ടി ആവശ്യമായ ട്രെയിനിങ്ങുകൾ ഹെൽത്ത് വർക്കേഴ്സിന് നൽകുക. ലാസ്റ്റ് വൺ ആണ് ഓൺഗോയിങ് എഡ്യൂക്കേഷൻ. സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ് ട്രെയിനിങ് ഷുഡ് ബി കണ്ടിന്യൂസ് ആൻഡ് മോഡേണൈസ്ഡ് ടു റിഫ്ലക്ട് ചേഞ്ചസ് ഇൻ പ്രൊസീജിയേഴ്സ്, റെഗുലേഷൻസ് ആൻഡ് ബെസ്റ്റ് പ്രാക്ടീസസ്. ഇപ്പൊ ഇവിടെ എപ്പോഴും ഒരു സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒറ്റ ഒരു എഡ്യൂക്കേഷൻ ട്രെയിനിങ്ങോടുകൂടി നിൽക്കുന്ന കാര്യം. ഇതൊരു ഓൺഗോയിങ് തുടർച്ചയായിട്ടുള്ള ഒരു പ്രക്രിയ. കാരണം എന്താ, ഒരു സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് പരിശീലനങ്ങൾ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് കൊടുത്തുകൊണ്ടിരിക്കേണ്ടി വരും. കാരണം പല ടെക്നോളജീസും സാങ്കേതികങ്ങളും പുതിയതായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ. പുതിയ മെഷീനറീസ് വരും, ഇത് ഡിസ്പോസ് ചെയ്യാൻ പുതിയ മെഷീനറീസ് അല്ലെങ്കിൽ പുതിയ പ്രൊസീജിയേഴ്സ് ഒക്കെ വരുമ്പോൾ അതിനനുസരിച്ച് മോഡേണൈസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളത് ആ ഒരു പ്രൊസീജിയറിൽ ചേഞ്ചസ് വരുത്തേണ്ടതായിട്ട് വരും, നിയന്ത്രണങ്ങളിൽ മാറ്റങ്ങൾ വരും, മികച്ച രീതികൾ കൊണ്ടുവരേണ്ടതായിട്ട് വരും. അപ്പൊ എപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടുവരുമ്പോൾ അതിനനുസരിച്ചുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള ട്രെയിനിങ്ങുകളും അവിടുത്തെ എംപ്ലോയീസിന് നൽകിയിരിക്കണം. So effective training and education for spillage waste management will minimize the risk and hazards related with spillage waste in hospital and make sure that the safety of health workers, പേഷ്യൻസ് ആൻഡ് എൻവയോൺമെന്റ്. ഇപ്പൊ ഇങ്ങനെ ഒരു കാര്യക്ഷമമായിട്ടുള്ള പരിശീലനങ്ങള് അവിടുത്തെ സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് അതിനുള്ള ട്രെയിനിങ് ആയിക്കോട്ടെ, എഡ്യൂക്കേഷൻസ് ആയിക്കോട്ടെ, അവിടുത്തെ ഹെൽത്ത് കെയർ വർക്കേഴ്സിനൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലൂടെ ഇതുമായി സ്പില്ലേജ് വേസ്റ്റുമായി ബന്ധപ്പെട്ട അപകട സാധ്യതകളും അപകടങ്ങളും ഒക്കെ ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാനും അതിനനുസരിച്ച് നമ്മുടെ അവിടുത്തെ ഹെൽത്ത് കെയർ വർക്കേഴ്സിന്റെ ആയിക്കോട്ടെ, പേഷ്യൻസിന്റെ ആയിക്കോട്ടെ, അവിടുത്തെ എൻവയോൺമെന്റിന്റെ ആയിക്കോട്ടെ ഒക്കെ പ്രൊട്ടക്ഷനും സേഫ്റ്റിയും നമുക്ക് സുരക്ഷയും നമുക്ക് ഉറപ്പുവരുത്താനായിട്ട് സാധിക്കും. ഇത്രയും കാര്യങ്ങള് ഒരു ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റുമായി സ്പില്ലേജ് വേസ്റ്റ് എങ്ങനെ കൈകാര്യം ചെയ്യണം, അതിനുവേണ്ടി എന്തൊക്കെ പരിശീലനങ്ങളും എഡ്യൂക്കേഷൻസുമാണ് അവിടുത്തെ എംപ്ലോയീസിന് നൽകേണ്ടതാണ് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. അതിൽ ഫസ്റ്റ് വൺ ആണ് ഐഡന്റിഫിക്കേഷൻ ഓഫ് സ്പില്ലേജ് വേസ്റ്റ്. ഏത് തരത്തിലുള്ള സ്പില്ലേജ് വേസ്റ്റ് ആണ് അവിടെ സംഭവിച്ചിരുന്നത്, ഏത് തരത്തിലുള്ള ലീക്കേജ് ആണ് വന്നിരിക്കുന്നതെന്ന് ആദ്യം കണ്ടെത്തുക
അല്ലെങ്കിൽ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അതിനുവേണ്ടി പ്രോപ്പർ ആയിട്ടുള്ള ട്രെയിനിങ്ങും എഡ്യൂക്കേഷൻസും അവിടുത്തെ ആ ഒരു ഹെൽത്ത് കെയർ വർക്കേഴ്സിന് കൊടുക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അപ്പൊ അവർക്ക് അതുമായി ബന്ധപ്പെട്ട അപകടങ്ങൾ എന്താണ്, അവരുടെ സാധ്യതകൾ എന്തൊക്കെയാണെന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. രണ്ടാമത്തത് ഹാൻഡ്ലിംഗ് ആൻഡ് ഡിസ്പോസൽ പ്രൊസീജിയേഴ്സ്. ഇതിൽ പറയുന്നത് ഏത് തരത്തിലുള്ള സ്പില്ലേജ് വേസ്റ്റ് ആണ് കണ്ടെത്തിയാൽ ഇനി അതിനുശേഷം അത് എങ്ങനെ നമുക്ക് കൈകാര്യം ചെയ്യണം, അതിന് അനുയോജ്യമായിട്ടുള്ള ഏത് സ്പിൽ കിറ്റുകൾ ഉപയോഗിക്കണം, അത് എങ്ങനെ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും, എങ്ങനെ അതിന്റെ വേസ്റ്റസ് നമുക്ക് പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഡിസ്പോസ് ചെയ്യാൻ പറ്റും, അതിനുവേണ്ടി ഏതൊക്കെ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റുകളാണ് അവരുടെ സേഫ്റ്റിക്ക് വേണ്ടി ഉപയോഗിക്കേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള ട്രെയിനിങ്ങും എഡ്യൂക്കേഷൻസും നൽകുക. മൂന്നാമത്തത് റെസ്പോൺസ് പ്ലാൻ. എല്ലാ ഹോസ്പിറ്റലിലും സ്പില്ലേജ് വേസ്റ്റുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള റെസ്പോൺസ് പ്ലാനുകൾ ഉണ്ടാവും. അപ്പൊ അതിനനുസരിച്ച് ഈ റെസ്പോൺസ് പ്ലാനുകളിലെ ഓരോ സ്റ്റെപ്പുകളെ കുറിച്ചും അവിടുത്തെ ഹെൽത്ത് കെയർ വർക്കേഴ്സിന് ഒരു അവബോധം ഉണ്ടായിരിക്കണം. അപ്പൊ അതിനനുസരിച്ച് ഓരോ സ്റ്റെപ്പുകളും അവർക്ക് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റും. ഒരു സ്പില്ലേജ് വേസ്റ്റ് വന്നാൽ ആരെ ആദ്യം നമ്മൾ കോൺടാക്ട് ചെയ്യണം, ആരെ അറിയിക്കണം, എങ്ങനെയാണ് അത് അറിയിക്കേണ്ടത്, അതുപോലെ എങ്ങനെയാണ് അത് ആ സ്പില്ലേജ് അത് സ്പ്രെഡ് ആവുന്നതിനെ തടയേണ്ടത്, ഇത് പെട്ടെന്ന് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് കൃത്യമായ ഒരു അവബോധം അവിടുത്തെ ഓരോ ഹെൽത്ത് കെയർ വർക്കേഴ്സിനും ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ, നല്ല രീതിയിലൊരു ആശയവിനിമയം സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റിന് വളരെ അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. ആരെയാണ് ആദ്യമായിട്ട് നമ്മൾ ഈ സ്പില്ലേജ് വരുമ്പോൾ കോൺടാക്ട് ചെയ്യുന്നത്, ഏത് രീതിയിലൂടെ നമുക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റും, ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റിൽ അവിടെ ഉള്ളവരെ മാത്രമല്ല മറ്റു ഡിപ്പാർട്ട്മെന്റിൽ നമുക്ക് എങ്ങനെ അറിയിക്കാൻ പറ്റും, അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളെ കുറിച്ചും കൃത്യമായിട്ട് അവർക്കൊരു ട്രെയിനിങ്ങും എഡ്യൂക്കേഷൻസും കൊടുത്തിരിക്കണം. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത് റെക്കോർഡ് കീപ്പ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഒരു ഹെൽത്ത് കെയർ വർക്കേഴ്സ് ഇങ്ങനെ ഒരു സ്പില്ലേജ് വേസ്റ്റുമായി ബന്ധപ്പെട്ട് എവിടെയാണോ സ്പില്ലേജ് വേസ്റ്റ് നടത്തിയിരിക്കുന്നത് ആ ഏരിയ ഏത് ഏരിയയാണ്, ഏത് തരത്തിലുള്ള സ്പില്ലേജ് വേസ്റ്റ് ആണ്, അതിൽ എന്തൊക്കെ രീതിയിലുള്ള ഹാൻഡ്ലിംഗ് പ്രൊസീജിയേഴ്സ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്, എങ്ങനെയാണ് ഇതിന്റെ ഡിസ്പോസൽ പ്രൊസീജിയേഴ്സ് നടന്നിരിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ എല്ലാം കൃത്യമായിട്ട് ഡോക്യുമെന്റ് ചെയ്യണം അല്ലെങ്കിൽ രേഖപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. അതെങ്ങനെ ഡോക്യുമെന്റ് ചെയ്യണം അല്ലെങ്കിൽ രേഖപ്പെടുത്തിയിരിക്കണം എന്നതിനെ കുറിച്ച് കൃത്യമായ പരിശീലനങ്ങൾ എംപ്ലോയീസിന് നൽകുക. അതുപോലെ തന്നെ ഓൺഗോയിങ് കമ്മ്യൂണിക്കേഷൻ, ഓൺഗോയിങ് എഡ്യൂക്കേഷൻ. ഇപ്പൊ ഈ ഒരു സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ് നമ്മൾ ഒരിക്കലും ഒറ്റ പ്രാവശ്യം ചെയ്യുന്ന ഒരു കാര്യമല്ല. അതുമായി ബന്ധപ്പെട്ട പരിശീലനങ്ങൾ എന്ന് പറയുന്നത് തുടർച്ചയായിട്ട് നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും. കാരണം അത് മോഡേണൈസ്ഡ്, ഓരോരോ പ്രൊസീജിയേഴ്സും മോഡേണൈസ്ഡ് ആവുന്ന ഇതിനനുസരിച്ച് അവിടുത്തെ ഓരോ കാര്യങ്ങളിലും രീതികളിലായിക്കോട്ടെ അവർ ചെയ്യുന്ന പ്രൊസീജിയറിലായിക്കോട്ടെ ഒക്കെ മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ട് വരും. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനനുസരിച്ച് അവിടുത്തെ എംപ്ലോയീസിന് കൃത്യമായ ഒരു ട്രെയിനിങ്ങും കാര്യങ്ങളും തുടർച്ചയായിട്ട് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് കൊടുക്കുമ്പോഴാണ് പുതിയ പുതിയ മാറ്റങ്ങളെ കുറിച്ചും പുതിയതായിട്ടുള്ള ചേഞ്ചസിനെ കുറിച്ചും അവർക്ക് മനസ്സിലാവുള്ളൂ. അപ്പൊ അതിനുവേണ്ടി കൃത്യമായിട്ടുള്ളൊരു ഓൺഗോയിങ് എഡ്യൂക്കേഷൻസ് അവർക്ക് നൽകിക്കൊണ്ടിരിക്കാം. ഇങ്ങനെ നല്ല രീതിയിലുള്ള ട്രെയിനിങ്ങും എഡ്യൂക്കേഷൻസും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ഹെൽത്ത് കെയർ വർക്കേഴ്സിന് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ ഇതുമായി ബന്ധപ്പെട്ട അപകട സാധ്യതകളും റിസ്കും ഒക്കെ അല്ലെങ്കിൽ ഡേഞ്ചേഴ്സും ഒക്കെ അല്ലെങ്കിൽ അപകടങ്ങളും ഒക്കെ കുറയ്ക്കാനായിട്ട് സാധിക്കും. അതിലൂടെ നമുക്ക് ആ ഒരു ഹെൽത്ത് കെയർ വർക്കേഴ്സിന്റെ സേഫ്റ്റി ആയിക്കോട്ടെ, പേഷ്യൻസിന്റെ സേഫ്റ്റി ആയിക്കോട്ടെ, എൻവയോൺമെന്റിന്റെയൊക്കെ സേഫ്റ്റി അല്ലെങ്കിൽ സുരക്ഷയും ഉറപ്പുവരുത്താനായിട്ട് സാധിക്കും. വേഗം ഒന്ന് വായിച്ചു നോക്കി ട്രെയിനിങ് ആൻഡ് എഡ്യൂക്കേഷൻ.
വായിച്ചു കഴിയുന്നവരൊന്ന് റിപ്ലൈ ചെയ്യണേ. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ, ശരി. നെക്സ്റ്റ് നമ്മള് റെഗുലേറ്ററി ഫ്രെയിംവർക്ക് ആൻഡ് കംപ്ലൈന്റ്സ് ഫോർ സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ്. ഒരു സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ നിയന്ത്രണ ചട്ടക്കൂടുകളും എന്തൊക്കെ കാര്യങ്ങളുമാണ് നമ്മൾ പാലിക്കേണ്ടത് എന്നാണ് താഴെ പറയുന്ന കാര്യങ്ങൾ. സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ് ഇൻ ഹോസ്പിറ്റൽസ് ഈസ് ബേസ്ഡ് ഓൺ എ റെഗുലേറ്ററി ഫ്രെയിംവർക്ക് which aims to ensure compliance with environmental and public health guidelines. For spillage waste management-മായി ബന്ധപ്പെട്ട് ഒരു ഹോസ്പിറ്റല് കൃത്യമായിട്ട് അവർക്കൊരു നിയന്ത്രണ ചട്ടക്കൂടുകൾ ഉണ്ടായിരിക്കും. ആ നിയന്ത്രണ ചട്ടക്കൂടുകൾ പ്രധാനമായിട്ടും എയിം ചെയ്യുന്നത് അല്ലെങ്കിൽ ലക്ഷ്യം വെക്കുന്നത് ടു എൻഷുവർ compliance with environmental and public health guidelines. എൻവയോൺമെന്റിന്റെ പ്രൊട്ടക്ഷൻ അതുപോലെ തന്നെ പബ്ലിക് ഹെൽത്തിന്റെ പ്രൊട്ടക്ഷൻ മുതലായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിർദ്ദേശങ്ങൾ പാലിക്കുക എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു നിയന്ത്രണ ചട്ടക്കൂടുകളിൽ നിന്നുകൊണ്ടാണ് ഒരു ഹോസ്പിറ്റലിലെ സ്പില്ലേജ് വേസ്റ്റുകളെ മാനേജ് ചെയ്യുന്നത് അല്ലെങ്കിൽ കൈകാര്യം ചെയ്യുന്നത്. അതായത് ആ ഹോസ്പിറ്റലിലെ താല്പര്യ പ്രകാരം ഇഷ്ടമുള്ള രീതിയിലൊന്നും അത് കൈകാര്യം ചെയ്യാൻ പറ്റില്ല. അതിന് പകരം അതിന് കൃത്യമായിട്ടുള്ള ഒരു നിയന്ത്രണ ചട്ടക്കൂടുകൾ ഉണ്ടായിരിക്കും. ആ നിയന്ത്രണ ചട്ടക്കൂടുകളിലൂടെ ആ എൻവയോൺമെന്റിനും പബ്ലിക്കിനും പബ്ലിക് ഹെൽത്തിനും ഒക്കെ പ്രൊട്ടക്ട് ചെയ്യുന്നതിൽ അതൊക്കെ സേഫ് ചെയ്യുന്ന രീതിയിൽ തന്നെയുള്ള നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ടായിരിക്കണം അത് നിർമ്മാർജ്ജനം ചെയ്യേണ്ടത്. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കിയാൽ മതി, മനസ്സിലാക്കി വെച്ചാൽ മതി. Then here are some important features, aspects of the regulatory framework and complaints for spillage waste management. ഇനി താഴെ പറയുന്ന കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് ഒരു സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് ഒരു ഹോസ്പിറ്റല് പാലിക്കേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ അതിന്റെ നിയന്ത്രണ ചട്ടക്കൂടുകളൊക്കെ എന്തൊക്കെയാണെന്നാണ് നമ്മൾ താഴെ പറയുന്ന കാര്യം. അതിൽ ഫസ്റ്റ് വണ്ണാണ് ഫെഡറൽ ആൻഡ് സ്റ്റേറ്റ് റെഗുലേഷൻസ്. ഫെഡറൽ ആൻഡ് സ്റ്റേറ്റ് റെഗുലേഷൻസിൽ പറയുന്നത് ഹോസ്പിറ്റൽസ് ആർ സബ്ജക്ട് ടു ഫെഡറൽ ആൻഡ് സ്റ്റേറ്റ് റെഗുലേഷൻസ് ഗവേണിംഗ് ദ മാനേജ്മെന്റ് ആൻഡ് ഡിസ്പോസൽ ഓഫ് ഡേഞ്ചറസ് വേസ്റ്റ് ദാറ്റ് ഇൻക്ലൂഡ് സ്പില്ലേജ് വേസ്റ്റ്. അപ്പൊ അവിടെ പ്രധാനമായിട്ടും ഈ ഫെഡറൽ ആൻഡ് സ്റ്റേറ്റ് റെഗുലേഷൻസ് വരുന്നത് പ്രത്യേകിച്ചും സ്പില്ലേജ് വേസ്റ്റുകളില് ഡേഞ്ചറസ് വേസ്റ്റുകളുടെ കാര്യം വരുമ്പോഴാണ്. ഡേഞ്ചറസ് വേസ്റ്റുകളുടെ ഡിസ്പോസൽ അല്ലെങ്കിൽ നിർമ്മാർജ്ജനം അതിന്റെ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് ഫെഡറൽ ആൻഡ് സ്റ്റേറ്റ് റെഗുലേഷൻസ് ഒരു ഹോസ്പിറ്റൽ പാലിക്കേണ്ടതായിട്ടുണ്ട്. അതിനൊരു എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത് ദ എക്സാമ്പിൾ കൺസിസ്റ്റ് ഓഫ് ദ റിസോഴ്സ് കൺസർവേഷൻ ആൻഡ് റിക്കവറി ആക്ട് RCRA ആൻഡ് ദ ഒക്യുപേഷണൽ സേഫ്റ്റി ആൻഡ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ. അതിനുശേഷം then OSHA ആൻഡ് അടുത്തത് OSHA അതിന്റെ കൂടെ ഉള്ളതാണ് കേട്ടോ ബ്ലഡ് ബോൺ പാത്തോജൻ സ്റ്റാൻഡേർഡ്. അപ്പൊ ഈ രണ്ടെണ്ണത്തിന്റെയും എക്സ്പാൻഡഡ് ഫോം ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. ചോദിക്കാറുണ്ട് ഷോർട്ട് ഫോമും എക്സ്പാൻഡഡ് ഫോമും ചോദിക്കാറുള്ള ഭാഗമാണ് കേട്ടോ. RCRAയുടെയും OSHA അല്ലെങ്കിൽ OSHAയുടെയും നാലെണ്ണത്തിന്റെയും. ഓക്കെ, ആ ഒരു നാല് ഇതാണ് ലെറ്റേഴ്സ് ആണ്. അതിന്റെ നാലെണ്ണം എന്താണ്? റിസോഴ്സ് കൺസർവേഷൻ ആൻഡ് റിക്കവറി ആക്ട് RCRA, ഒക്യുപേഷണൽ സേഫ്റ്റി ആൻഡ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ. അത്രയും വരെ പഠിച്ചാൽ മതി കേട്ടോ. ഇത് രണ്ടും നോട്ട് ചെയ്തോ? ചോദിക്കാനുള്ള ഭാഗമാണ് കേട്ടോ. ഓക്കെ, അതിന്റെ എക്സ്പാൻഡഡ് ഫോമും ഷോർട്ട് ഫോമും മാത്രം നോക്കിയാൽ മതി. അതെന്താണെന്ന് മിസ് ഒന്ന് ജസ്റ്റ് പറഞ്ഞു തരാം. റിസോഴ്സ് കൺസർവേഷൻ ആൻഡ് റിക്കവറി ആക്ട് എന്ന് പറയുന്നത് ഇത് നമ്മുടെ 1976 ഒരു ഫെഡറൽ ആക്ട് ആണ്, അല്ലെങ്കിൽ ഒരു ഫെഡറൽ ലോ ആണ്, നിയമമാണ്. അത് പ്രധാനമായിട്ടും നമ്മുടെ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലുള്ള ഒരു നിയമമാണ് കേട്ടോ. ഇവിടെ പ്രധാനമായിട്ടും ഇത് അതായത് ഇത് ഫ്രെയിംവർക്ക് ഫോർ മാനേജ്മെന്റ് ഓഫ് സ്പില്ലേജ്, പ്രധാനമായിട്ടും ഹസാർഡസ് വേസ്റ്റുകളിലെ അപകടകരമായിട്ടുള്ള നോൺ ഹസാർഡസ് വേസ്റ്റുകൾ അങ്ങനെയുള്ള സോളിഡ് വേസ്റ്റുകളുമായി ബന്ധപ്പെട്ട് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ അതിന്റെ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട ഒരു നിയമമാണ് RCRA, റിസോഴ്സ് കൺസർവേഷൻ ആൻഡ് റിക്കവറി ആക്ട്. ഇതിന്റെ പ്രധാന ഗോൾ എന്ന് പറയുന്നത് ഹ്യൂമൻ ഹെൽത്ത്, അതുപോലെ തന്നെ എൻവയോൺമെന്റിന്റെ പ്രൊട്ടക്ഷൻ, ഇതിലുള്ള കാര്യങ്ങളാണ് പ്രധാനമായിട്ടും എയിം ചെയ്യുന്നത്.
അപ്പൊ അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഹസാർഡസ് ആയിട്ടുള്ള ഡേഞ്ചറസ് വേസ്റ്റുകളിലേക്ക് കൃത്യമായിട്ട് നല്ല രീതിയിൽ നമ്മൾ അത് കൈകാര്യം ചെയ്തില്ലെങ്കിൽ അത് ഹ്യൂമൻ ഹെൽത്തിനും എൻവയോൺമെന്റിലും ദോഷകരമാണ് അല്ലെ. അതേസമയം ബയോളജിക്കൽ പരമായിട്ടുള്ള ഹസാർഡസ് ആയിട്ടുള്ളതാകുമ്പോൾ അത്ര പ്രശ്നം വരുന്നില്ല. പക്ഷെ ഡേഞ്ചറസ് ആയിട്ടുള്ള വേസ്റ്റ് പോലെയുള്ളവയാവുമ്പോൾ അത് കൃത്യമായിട്ട് പ്രോപ്പറായിട്ട് കൈകാര്യം ചെയ്തില്ലെങ്കിൽ അത് നമ്മുടെ ഹ്യൂമൻ ഹെൽത്തിനും എൻവയോൺമെന്റിനും ദോഷകരമാണ്. അതുകൊണ്ട് തന്നെ അതിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ആ ഹ്യൂമൻ ഹെൽത്തിനെയും എൻവയോൺമെന്റിനെയൊക്കെ സേഫ്റ്റി മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു ഫെഡറൽ ലോയാണ് നമ്മുടെ RCR അല്ലെങ്കിൽ റിസോഴ്സ് കൺസർവേഷൻ ആൻഡ് റിക്കവറി ആക്ട്. ഇതുപോലെ ഹസാർഡസ് ആയിട്ടുള്ളതായിക്കോട്ടെ നോൺ ഹസാർഡസ് ആയിട്ടുള്ള വേസ്റ്റസ് ആയിക്കോട്ടെ അതിന് കൃത്യമായിട്ടുള്ള മാനേജ്മെന്റ് ആണ് ഈ ഒരു നിയമത്തിൽ പറയുന്നത്. രണ്ടാമത്തത് നമ്മുടെ ഒക്യുപേഷണൽ സേഫ്റ്റി ആൻഡ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ ഓഷ ബ്ലഡ് ബോൺ പാത്തോജൻ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാല് ഇതില് ഒക്യുപേഷണൽ സേഫ്റ്റി ആൻഡ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാല് പ്രത്യേകിച്ചും ഒക്യുപേഷണൽ ആയിട്ടുള്ള എക്സ്പോഷേഴ്സ്, അതായത് അവിടുത്തെ വർക്കേഴ്സ്, ഇവിടെ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ടല്ലോ, ഇതുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന ജീവനക്കാര്, അവരുടെ സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ട് അവർ ഇതുപോലെയുള്ള പലതരത്തിലുള്ള വേസ്റ്റുകളുമായിട്ട് കൈകാര്യം ചെയ്യുന്നത് അല്ലെ. പ്രധാനമായിട്ടും ഇവിടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ബ്ലഡ് ബോൺ പാത്തോജൻസ്. അതായത് ഇപ്പൊ ഇൻഫെക്ഷൻസ് ആയിട്ടുള്ള ഏജൻസ് ആയിട്ടുള്ള ഹെപ്പറ്റൈറ്റിസ് B ആവാം, അതുപോലെ തന്നെ ഹെപ്പറ്റൈറ്റിസ് C ആവാം, അല്ലെങ്കിൽ HIV മുതലായിട്ടുള്ള കാര്യങ്ങളിലെ മനസ്സിലാവുന്നുണ്ടോ? ഇൻഫെക്ഷൻസ് വളരെ ഇൻഫെക്ഷൻസ് ആയിട്ടുള്ള ഏജൻസുകളിലെ അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ അതുമായിട്ടുള്ള എക്സ്പോഷറിൽ നിന്നും അത് കൈകാര്യം ചെയ്യുന്ന വർക്കേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യുക, അതാണ് ഒക്യുപേഷണൽ സേഫ്റ്റി ആൻഡ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ആ ഒരു സ്റ്റാൻഡേർഡിൽ വന്നിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പൊ രണ്ടെണ്ണം RCR ഹ്യൂമൻ ഹെൽത്തിനെയും എൻവയോൺമെന്റിനെയും പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിലാണ്. ഇത് ഒക്യുപേഷണൽ സേഫ്റ്റി ആൻഡ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ അവർ തൊഴിൽ ചെയ്യുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഇത് മാനേജ് ചെയ്യുന്ന ഒക്യുപേഷണൽ ചെയ്യുന്ന അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന അവരുടെ എംപ്ലോയീസിന് അല്ലെങ്കിൽ പേഴ്സണൽസിന് അവരിതുമായിട്ട് എക്സ്പോസ്ഡ് ആവുന്നുണ്ട്. ഇതിനുള്ള ഇൻഫെക്ഷൻസ് ഏജൻസുമായിട്ട് ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ബ്ലഡ് ബോൺ ആയിട്ടുള്ള ഇൻഫെക്ഷൻസ് ഏജൻസ് പാത്തോജൻസ്, അത് ഹെപ്പറ്റൈറ്റിസ് B ആവാം, C ആവാം, HIV ആവാം, അങ്ങനെയുള്ള ഇൻഫെക്ഷൻസ് ഏജൻസുമായിട്ട് അവർ എക്സ്പോസ്ഡ് ആവുന്നുണ്ട്. അപ്പൊ അതിനെയൊക്കെ തടയുക അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഒക്യുപേഷനുമായി ബന്ധപ്പെട്ട് അവരുടെ പ്രൊട്ടക്ഷനും സേഫ്റ്റിയും ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഈ പറയുന്ന ഒക്യുപേഷണൽ സേഫ്റ്റി ആൻഡ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷനിൽ OSHA എന്ന് പറയുന്നത്. ഈ രണ്ടെണ്ണവും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെയുള്ള കാരണം ഡേഞ്ചറസ് ആയിട്ടുള്ള വേസ്റ്റസ് ആവുമ്പോൾ സ്വാഭാവികമായിട്ടും അതിലൂടെ ഈ പറയുന്ന പോലെ അതുമായി കൈകാര്യം ചെയ്യുന്ന ആളുകൾക്കായിക്കൂടെ അല്ലെങ്കിൽ എൻവയോൺമെന്റ് ആയിക്കൂടെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് തന്നെ പ്രധാനമായിട്ടും ഈ ഡേഞ്ചറസ് വേസ്റ്റുകൾ കൈകാര്യം ചെയ്യുമ്പോൾ നിർബന്ധമായിട്ടും ഹോസ്പിറ്റലുകളിൽ ഇതുപോലെയുള്ള ഫെഡറൽ ആൻഡ് സ്റ്റേറ്റ് റെഗുലേഷൻസ് അല്ലെങ്കിൽ നിയന്ത്രണങ്ങൾ കൃത്യമായിട്ട് പാലിച്ചിരിക്കണം. ക്ലിയർ ആണോ? ഫസ്റ്റ് വൺ മനസ്സിലായോ? ഓക്കെ. രണ്ടാമതാണ് എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ഏജൻസി. എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ അതിന്റെയും എക്സ്പാൻഡ് ഫോം ചോദിക്കാറുണ്ട്. EPAയുടെ എക്സ്പാൻഡ് ഫോം ചോദിക്കാറുണ്ട് കേട്ടോ. എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ഏജൻസി ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേത് ചോദിക്കാറുണ്ടേ. എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ഏജൻസി ഗൈഡ്ലൈൻ. The Environmental Protection Agency provides instruction for the management and disposal of dangerous waste that includes spillage waste. The Environmental Protection Agency കുറച്ച് നിർദ്ദേശങ്ങൾ ഹോസ്പിറ്റൽസിന് നൽകുന്നുണ്ട്. അതായത് ഇൻസ്ട്രക്ഷൻ ഫോർ ദ മാനേജ്മെന്റ് ഓഫ് ആൻഡ് ഡിസ്പോസൽ ഓഫ് ഡേഞ്ചറസ് വേസ്റ്റുകളുടെ ഡിസ്പോസൽ, അതിന്റെ മാനേജ്മെന്റ് പ്രധാനമായിട്ടും സ്പില്ലേജ് വേസ്റ്റുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള ഡേഞ്ചറസ് വേസ്റ്റുകളുടെ മാനേജ്മെന്റും ഡിസ്പോസലും. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ഏജൻസി നൽകുന്ന ഗൈഡ്ലൈൻസ് അല്ലെങ്കിൽ നിർദ്ദേശങ്ങളും ഒരു ഹോസ്പിറ്റൽ പാലിക്കണം. ഹോസ്പിറ്റൽ മസ്റ്റ് അബൈഡ് ബൈ ദിസ് ഗൈഡ്ലൈൻ ടു കീപ് അവേ ഫ്രം ഫൈൻസ് ആൻഡ് പെനാൽറ്റി. ഇവര് കൊടുക്കുന്ന ഈ നിർദ്ദേശങ്ങളൊക്കെ ഹോസ്പിറ്റൽ പാലിക്കാതെ വന്നാൽ എന്താ പറ്റുക? അവരവർക്ക് ഫൈൻ ഇടും, അതുപോലെ തന്നെ പെനാൽറ്റീസ് എന്താണ് പിഴകളും ഫൈൻസും ഒക്കെ അടക്കേണ്ടതായിട്ട് വരും. അപ്പൊ അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റൽ എപ്പോഴും ഈ ഫൈൻസിനും പെനാൽറ്റിയും ഒക്കെ മാറ്റി നിർത്തണമെങ്കിൽ അവർ ഈ പറയുന്ന ഗൈഡ്ലൈൻസ് കൃത്യമായിട്ട് പാലിച്ചിരിക്കണം.
രണ്ടാമത്തെ ക്ലിയർ ആണോ? എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ഏജൻസി നൽകുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായിട്ട് അവർ പറയുന്ന നിർദ്ദേശങ്ങൾക്ക് അനുസൃതമായിട്ട് തന്നെയായിരിക്കണം ഡേഞ്ചറസ് വേസ്റ്റസിന്റെ ഡിസ്പോസലും അതുപോലെ തന്നെ മാനേജ്മെന്റും ചെയ്യാനുണ്ട്. അല്ലാത്ത പക്ഷം ആ ഹോസ്പിറ്റൽ പാലിച്ചില്ല എങ്കിൽ അവർക്ക് ഫൈൻസും പെനാൽറ്റികളും അടയ്ക്കേണ്ടതായിട്ട് വരും. ക്ലിയർ ആണോ? സെക്കൻഡ് വൺ ക്ലിയർ ആണോ? ഓക്കെ. Then third one ആണ് state and local permits. Hospital must get permits from state and local authority to handle and dispose of unsafe waste, includes spillage waste. Spillage waste ലെ unsafe ആയിട്ടുള്ള വേസ്റ്റേജിന്റെ ഡിസ്പോസൽ കൈകാര്യം ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ സ്റ്റേറ്റ് ആൻഡ് ലോക്കൽ അതോറിറ്റികളിൽ നിന്ന് പെർമിറ്റ് ഹോസ്പിറ്റൽ വാങ്ങേണ്ടതായിട്ടുണ്ട്. അങ്ങനെ പെർമിറ്റ് ഇല്ലാത്ത ഹോസ്പിറ്റൽ അവർക്ക് പെർമിറ്റ് ഒക്കെ അവർ പ്രത്യേകമായിട്ട് അവരുടെ ലോക്കൽ ഏരിയ, ലോക്കൽ ബോഡി, പഞ്ചായത്തോ മുനിസിപ്പാലിറ്റി എന്താണോ കോർപ്പറേഷനോ അങ്ങനെ എന്താണോ അതിൽ നിന്നും അതുപോലെ തന്നെ സ്റ്റേറ്റിൽ നിന്നും നമ്മുടെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഒക്കെ ഉണ്ടല്ലോ, അപ്പൊ അങ്ങനെയുള്ള സ്ഥലത്ത് നിന്നും അവർ കൃത്യമായിട്ടുള്ള പെർമിറ്റ് ഈ പറയുന്ന അൺസേഫ് ആയിട്ടുള്ള ഡേഞ്ചറസ് ആയിട്ടുള്ള വേസ്റ്റിന്റെ ഡിസ്പോസലും കൈകാര്യം ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ട് പെർമിറ്റ് വാങ്ങിയിരിക്കണം. അങ്ങനെ പെർമിറ്റ് വാങ്ങാത്ത പക്ഷവും ഇവർക്ക് ഇതുപോലുള്ള അതിൻ്റെതായിട്ടുള്ള ലീഗൽ ആയിട്ടുള്ള ആക്ഷൻസ് ഒക്കെ അവർക്കെതിരെ നേരിടേണ്ടതായിട്ട് വന്നു. ക്ലിയർ ആണോ? സ്റ്റേറ്റ് ആൻഡ് ലോക്കൽ പെർമിറ്റ്സ്. Then അടുത്തത് ട്രെയിനിങ് ആൻഡ് സർട്ടിഫിക്കേഷൻ. Healthcare workers who manipulate spillage waste must get training and certification in dangerous waste management and disposal procedure to ensure compliance with the regulation. അതുപോലെ തന്നെ ഈ പറയുന്ന ഇത് കൈകാര്യം ചെയ്യുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന പ്രത്യേകിച്ച് സ്പില്ലേജ് വേസ്റ്റിലെ ഡേഞ്ചറസ് വേസ്റ്റുകളെ കുറിച്ചുള്ള കാര്യമാണ് കേട്ടോ. അതാണ് പ്രത്യേകമായിട്ട് നമ്മൾ അതിന്റെ മാനേജ്മെന്റാണ് കൂടുതലും ശ്രദ്ധ കൊടുക്കുക. അപ്പൊ ഡേഞ്ചറസ് വേസ്റ്റ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് അവര് ട്രെയിനിങ്ങിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നുള്ളൊരു സർട്ടിഫിക്കേഷൻ ആർക്കുണ്ടായിരിക്കണം? ഈ ഹെൽത്ത് കെയർ വർക്കേഴ്സിന് ഉണ്ടായിരിക്കണം. ഈ ഹെൽത്ത് കെയർ വർക്കേഴ്സിന് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇത് കൈകാര്യം ചെയ്യുന്ന ഹെൽത്ത് കെയർ വർക്കേഴ്സിന് മസ്റ്റ് ആയിട്ടും അവര് ഈ ഡേഞ്ചറസ് വേസ്റ്റുകളുടെ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട പരിശീലനങ്ങളിലും ഉൾപ്പെട്ടിരിക്കണം. അവർക്ക് അതിനുള്ള സർട്ടിഫിക്കേഷനും വേണം. അങ്ങനെ ട്രെയിനിങ്ങിൽ പങ്കെടുത്ത് സർട്ടിഫിക്കേഷൻ ഉള്ളവർക്ക് മാത്രമേ ഇത് കൈകാര്യം ചെയ്യാനായിട്ട് അനുവാദം നൽകാൻ പാടുള്ളൂ. അൺഡിസ്പോസിബിൾ അതുപോലെ തന്നെ അത് എങ്ങനെ മാനേജ് ചെയ്യണം, എങ്ങനെ അത് ഡിസ്പോസ് ചെയ്യണം, അതിലൂടെയൊക്കെ നമുക്ക് എൻഷുവർ കംപ്ലൈൻസ് വിത്ത് റെഗുലേഷൻ ഈ പറയുന്ന നിയന്ത്രണങ്ങളൊക്കെ കൃത്യമായിട്ട് അവർ പാലിക്കുമെന്ന് നമുക്ക് ഉറപ്പുവരുത്താനും പറ്റും. ഇപ്പൊ ട്രെയിനിങ് ആൻഡ് സർട്ടിഫിക്കേഷനിൽ പറയുന്ന ഇത്ര കാര്യമുള്ളൂ. അവിടെ ഈ ഡേഞ്ചറസ് ആയിട്ടുള്ള വേസ്റ്റ് മാനേജ് ചെയ്യുന്നതിനും അത് ഡിസ്പോസ് ചെയ്യുന്നതിനും വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ള പരിശീലനങ്ങളിൽ പങ്കെടുത്ത് സർട്ടിഫിക്കേഷൻ നേടിയിട്ടുള്ള ഹെൽത്ത് കെയർ വർക്കേഴ്സ്, ഇത് കൈകാര്യം ചെയ്യുന്ന ഹെൽത്ത് കെയർ വർക്കേഴ്സിന് മാത്രമേ അതിനെ അനുവദിക്കാനായിട്ട് പാടുള്ളൂ. ക്ലിയർ ആണോ? ട്രെയിനിങ് ആൻഡ് സർട്ടിഫിക്കേഷൻ. ഇതിലൂടെ അത്രയും ട്രെയിനിങ്ങിനൊക്കെ പങ്കെടുത്ത ആളുകൾ നമുക്ക് കൃത്യമായിട്ട് ആ നിയന്ത്രണങ്ങൾ പാലിച്ചു പോകുന്നുണ്ടല്ലോ, അത് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അടുത്തത് റെക്കോർഡ് കീപ്പിംഗ്. Hospital must keep records of spillage waste management activities that include documentation of spills, handling and disposal procedures, and any follow-up activities already taken. അതുപോലെ തന്നെ കൃത്യമായിട്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞവർക്ക് കൃത്യമായിട്ടുള്ള പരിശീലനങ്ങളൊക്കെ കൊടുക്കണം അല്ലെ. ഇപ്പൊ ഹോസ്പിറ്റൽ എപ്പോഴും ഏതൊരു സ്പില്ലേജ് വേസ്റ്റ് വന്നാലും അതിനെ കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള റെക്കോർഡുകൾ കീപ്പ് ചെയ്തിരിക്കണം. അപ്പൊ പിന്നീട് എന്തൊരു ആക്ഷൻ അവർക്കെതിരെ വന്നാലും അത് റെക്കോർഡ് ഉണ്ടെങ്കിൽ അതൊരു തെളിവായിട്ട് അവർക്ക് കൊടുക്കാനും കൂടി പറ്റും. അപ്പൊ ഏതൊക്കെ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട എന്തൊക്കെ ആക്ടിവിറ്റീസ്, പ്രവർത്തനങ്ങളാണ് നമ്മൾ അവിടെ ചെയ്തിരിക്കുന്നത്, അതുപോലെ തന്നെ കൃത്യമായിട്ട് അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു, എന്തൊക്കെ ഡിസ്പോസൽ പ്രൊസീജിയേഴ്സ് ആണ് അതുമായി ബന്ധപ്പെട്ട് ചെയ്തിരിക്കുന്നത്, തുടർ നടപടികളൊക്കെ എന്തൊക്കെയാണ് നമ്മൾ അതിന് ശേഷം ചെയ്തിരിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് കൃത്യമായിട്ടുള്ള റെക്കോർഡ് കീപ്പിംഗ്, നമ്മുടെ കൃത്യമായിട്ട് റെക്കോർഡുകൾ നിയന്ത്രണം, അതൊക്കെ ഈ പറയുന്ന നമ്മൾ പാലിക്കേണ്ട കൃത്യമായിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. റെക്കോർഡ് കീപ്പ് ചെയ്ത് നിർബന്ധമായിട്ടും കീപ്പ് ചെയ്തിരിക്കണം. ക്ലിയർ ആണല്ലോ? അടുത്തതിലേക്ക് പോവാം. ഇൻസ്പെക്ഷൻസ്, പരിശോധനകൾ നടത്തുക. അതായത് റെഗുലേറ്ററി ഏജൻസീസ്, ഇത് നിയന്ത്രിക്കുന്ന ഏജൻസികള് ഇടയ്ക്കിടയ്ക്ക് പരിശോധനകൾ നടത്തും, അല്ലെങ്കിൽ ഇവിടെ മേൽനോട്ടങ്ങൾ വഹിക്കാനായിട്ട് അല്ലെങ്കിൽ പരിശോധനകൾ നടത്താനുണ്ട് ഓഫ് ഹോസ്പിറ്റൽ ടു എൻഷുവർ കംപ്ലൈൻസ് വിത്ത് ഡേഞ്ചറസ് വേസ്റ്റ് മാനേജ്മെന്റ് റെഗുലേഷൻസ്. അതിൽ കൃത്യമായിട്ട് ഹോസ്പിറ്റലുകള് ഈ ഡേഞ്ചറസ് വേസ്റ്റുകളുടെ മാനേജ്മെന്റ് റെഗുലേഷൻസ് അല്ലെങ്കിൽ നിയന്ത്രണങ്ങളോ കൃത്യമായിട്ട് അവർ പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ഈ റെഗുലേറ്ററി ഏജൻസികൾ എന്ത് ചെയ്യും?
ഇൻസ്പെക്ഷൻസ് അല്ലെങ്കിൽ പരിശോധനകൾക്ക് വരും. അങ്ങനെ പരിശോധനകൾക്ക് വരുമ്പോൾ അവർക്ക് ഉറപ്പുവരുത്താൻ പറ്റും ഇവരിതിവിടെ പാലിക്കുന്നുണ്ട് എന്നുള്ളത്. ഹോസ്പിറ്റൽ മസ്റ്റ് ബി റെഡി ഫോർ ദിസ് ഇൻസ്പെക്ഷൻ. ഏത് സമയത്ത് ഇൻസ്പെക്ഷൻ വന്നാലും ഏത് സമയം അവർ നേരത്തെ മുൻകൂട്ടി പറഞ്ഞിട്ടൊന്നും ആയിരിക്കില്ലല്ലോ വരുന്നത്, പെട്ടെന്നായിരിക്കുമല്ലോ അവരുടെ ഇൻസ്പെക്ഷനും കാര്യങ്ങളൊക്കെ വരും. എപ്പോ ഇൻസ്പെക്ഷൻ വേണ്ടി വന്നാൽ പോലും അതിനെപ്പോഴും ഹോസ്പിറ്റൽ റെഡി ആയിരിക്കണം. അതിനനുസരിച്ച് ഹാവ് എ പ്ലാൻ ഇൻ പ്ലേസ് ടു റെക്ടിഫൈ എനി ഇൻസഫിഷ്യൻസി. എന്തെങ്കിലുമൊക്കെ ന്യൂനതകളോ കാര്യങ്ങളോ അവർ ചെയ്യുന്ന കാര്യത്തിലുണ്ട് എങ്കിൽ ദാറ്റ് ഈസ് ഇൻസഫിഷ്യൻസി ഐഡന്റിഫൈഡ് ഡ്യൂറിംഗ് ദ ഇൻസ്പെക്ഷൻ. ആ ഒരു ഇൻസ്പെക്ഷൻ അല്ലെങ്കിൽ ആ ഒരു പരിശോധന നടത്തുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അവർ നമുക്ക് പറഞ്ഞു തരും ഇനിയുള്ള കാര്യങ്ങളിൽ നിങ്ങൾ ഇന്നത്തെ രീതിയിൽ അത് പാലിക്കുന്നില്ല. അങ്ങനെയാകുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് കറക്റ്റ് ചെയ്യാനും അതിനനുസരിച്ച് കൃത്യമായ ഒരു പ്ലാൻ തയ്യാറാക്കാനും എപ്പോഴും ഇൻസ്പെക്ഷന് വേണ്ടി ഒരു ഹോസ്പിറ്റല് ഓൾറെഡി റെഡി ആയിരിക്കും. അപ്പൊ അതിനനുസരിച്ച് ഇടയ്ക്കിടയ്ക്ക് ഇൻസ്പെക്ഷൻസ് അല്ലെങ്കിൽ പരിശോധനകളൊക്കെ നമ്മുടെ റെഗുലേറ്ററി ഏജൻസികൾ നടത്തും. ലാസ്റ്റ് വൺ ആണ് പെനാൽറ്റി ഫോർ നോൺ കംപ്ലൈൻസ്. അതായത് ഹോസ്പിറ്റൽ ദാറ്റ് ഫെയിൽ ടു അബൈഡ് ബൈ ഡേഞ്ചറസ് വേസ്റ്റ് മാനേജ്മെന്റ് റെഗുലേഷൻസ് മേ ഹാവ് ടു ഫേസ് ഫൈൻസ്, പെനാൽറ്റീസ് ആൻഡ് ലീഗൽ ആക്ഷൻ. ഒരു ഹോസ്പിറ്റല് ഈ പറയുന്ന ഡേഞ്ചറസ് വേസ്റ്റുകളുടെ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട നിയന്ത്രണങ്ങൾ കൃത്യമായിട്ട് പാലിക്കാതെ വന്നാൽ ആ ഒരു ഹോസ്പിറ്റൽ എന്ത് ചെയ്യുന്നതായിട്ട് വരും? അവര് ഫൈനുകൾ അടയ്ക്കേണ്ടതായിട്ട് വരും, മറ്റ് പിഴകളോ ശിക്ഷകളോ അല്ലെങ്കിൽ നിയമ നടപടികളോ ഒക്കെ അവര് നേരിടേണ്ടതായിട്ട് വന്നേക്കാം. Then compliance with the regulatory framework for spillage waste management is critical for safeguarding the environment and public health and avoiding legal and financial penalties. എപ്പോഴും ഈ പറയുന്ന നിയന്ത്രണ ചട്ടക്കൂടുകളിലൂടെ മാത്രമേ സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ് ഒരു ഹോസ്പിറ്റലിൽ നടത്താൻ പാടുള്ളൂ. അങ്ങനെയാകുമ്പോൾ നമ്മുടെ എൻവയോൺമെന്റിനെ സുരക്ഷിതമാക്കാൻ പറ്റും, പബ്ലിക് ഹെൽത്തിനെ സുരക്ഷിതമാക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് നിയമപരമായിട്ടും അല്ലാത്തപരമായിട്ടുള്ള ഫിനാൻഷ്യൽ ആയിട്ടുള്ള പെനാൽറ്റീസ് അല്ലെങ്കിൽ പിഴകളോ കാര്യങ്ങളോ ഒക്കെ അവർക്ക് മോചനം കിട്ടും. അതൊക്കെ അവർക്ക് ഒഴിവാക്കും. കൃത്യമായിട്ട് ഇത് നടപ്പിലാക്കുന്ന അല്ലെങ്കിൽ പാലിക്കുന്ന ആളുകളാണെങ്കിൽ ഇതിന്റെ ഫൈനോ പെനാൽറ്റി എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. ദെൻ ഹോസ്പിറ്റൽ മസ്റ്റ് ബി അപ് ടു ഡേറ്റ് ഓൺ റെഗുലേഷൻസ് ആൻഡ് ഗൈഡൻസ്. അപ്പൊ ഇവരിടയ്ക്കിടയ്ക്ക് ഇവരുടെ നിയന്ത്രണങ്ങളിൽ മാറ്റങ്ങളൊക്കെ വരുത്താറുണ്ട്, റെഗുലേഷൻസിൽ നിയമങ്ങളിലൊക്കെ മാറ്റം വരുത്താറുണ്ട്, നിയന്ത്രണങ്ങളിൽ മാറ്റം വരുത്താറുണ്ട്. അതൊക്കെ അപ് ടു ഡേറ്റ് ആയിട്ട് തന്നെ ഹോസ്പിറ്റലിലും പാലിക്കേണ്ടതായിട്ടുണ്ട്. സെക്യൂർ ദ റിക്വയർഡ് പെർമിറ്റ്. ആവശ്യമായിട്ടുള്ള പെർമിറ്റുകൾ സ്റ്റേറ്റ് ആൻഡ് ലോക്കൽ ബോഡികളിൽ നിന്ന് ലഭ്യമാക്കുക. കൃത്യമായിട്ടുള്ള ട്രെയിനിങ്ങും സർട്ടിഫിക്കേഷൻസും അവരുടെ ഹെൽത്ത് കെയർ വർക്കേഴ്സിന് നൽകുക. കൃത്യമായിട്ടുള്ള റെക്കോർഡുകൾ വളരെ അക്യുറേറ്റ് ആയിട്ട് കീപ്പ് ചെയ്യുക. ഇൻസ്പെക്ഷൻസ് വേണ്ടി എപ്പോഴും തയ്യാറായിരിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെയൊക്കെ നമുക്ക് കൃത്യമായിട്ട് ഡേഞ്ചറസ് ആയിട്ടുള്ള സ്പില്ലേജ് വേസ്റ്റുകളെ കൈകാര്യം ചെയ്യാനായിട്ട് അതാണ് കൃത്യമായിട്ടുള്ള നിയന്ത്രണ ചട്ടക്കൂടുകളിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ നമുക്കത് പാലിക്കാനും നിയന്ത്രിക്കാനും സാധിക്കും. ഇത്രയും വേഗം ഒന്ന് വായിച്ചു നോക്കി. ഏതെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മിസ് പറഞ്ഞുതരാം. ആ ഒരു ഓഷ, RCRA അതുപോലെ EPA മൂന്നെണ്ണത്തിന്റെയും എക്സ്പാൻഡ് ഫോം നിർബന്ധമായിട്ടും ഷോർട്ട് ഫോമും എക്സ്പാൻഡ് ഫോമും പഠിച്ചു വെക്കണം കേട്ടോ. ഫെഡറൽ ആൻഡ് സ്റ്റേറ്റ് റെഗുലേഷൻസ് പറഞ്ഞാൽ ഇതുപോലെയുള്ള യുണൈറ്റഡ് സ്റ്റേറ്റ്സിലൊക്കെ ഉള്ള പോലെയുള്ള പലതരത്തിലുള്ള സ്റ്റേറ്റ്സ് അല്ലെങ്കിൽ എന്താണ് നമ്മുടെ സ്റ്റേറ്റിലുള്ളതായിക്കോട്ടെ അതിന് മുകളിലേക്കുള്ള ഫെഡറൽ ലോസും കാര്യങ്ങളും ഒക്കെ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട നിയമങ്ങളൊക്കെ ഡേഞ്ചറസ് വേസ്റ്റിന്റെ കാര്യത്തിൽ ഹോസ്പിറ്റലിൽ പാലിക്കേണ്ടതായിട്ടുണ്ടായിരിക്കും. എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ഏജൻസി നൽകുന്ന നിർദ്ദേശങ്ങളും അവർ കൃത്യമായിട്ട് പാലിക്കണം. പാലിച്ചില്ല എങ്കിൽ ഫൈനും പെനാൽറ്റിയും അടയ്ക്കേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ സ്റ്റേറ്റ് ആൻഡ് ലോക്കൽ പെർമിറ്റ് എടുക്കണം. അത് കൃത്യമായിട്ടുള്ള അവരുടെ ലോക്കൽ ആൻഡ് സ്റ്റേറ്റ് ബോഡികളിൽ നിന്നും ഇതിന് കൈകാര്യം ചെയ്യപ്പെട്ട പെർമിറ്റുകൾ വാങ്ങണം. അവിടുത്തെ സ്റ്റാഫുകൾക്ക് കൃത്യമായ പരിശീലനങ്ങളും സർട്ടിഫിക്കേഷൻസും ഇതുമായി ബന്ധപ്പെട്ട് കൊടുക്കണം. അത് കൈകാര്യം ചെയ്യുന്ന ആളുകൾക്ക് അതുപോലെ തന്നെ കൃത്യമായിട്ട് ആക്യുറേറ്റ് ആയിട്ട് റെക്കോർഡുകൾ കീപ്പ് ചെയ്യണം. അതുപോലെ ഇൻസ്പെക്ഷൻസിന് എപ്പോഴും പ്രിപ്പയർ ആയിട്ടിരിക്കണം. അവരെപ്പോ ഇൻസ്പെക്ഷൻ വന്നാലും തയ്യാറാക്കിയിരിക്കണം. അതുപോലെ തന്നെ അവർ ഇൻസ്പെക്ഷനുമായി ബന്ധപ്പെട്ട് പറയുന്ന ന്യൂനതകളുണ്ടെങ്കിൽ അത് റെക്ടിഫൈ ചെയ്യാനായിട്ട് പരിഹരിക്കാനായിട്ട് തയ്യാറായിരിക്കണം. അതുപോലെ തന്നെ കൃത്യമായിട്ട് അവരത് പാലിച്ചില്ല എങ്കിൽ പെനാൽറ്റി, ഫൈൻസ് അതുപോലെ തന്നെ ലീഗൽ ആക്ഷൻസും ഒക്കെ ഫേസ് ചെയ്യാനായിട്ട് റെഡി ആയിരിക്കണം. ക്ലിയർ ആണോ? ഇത്രയും റെഗുലേറ്ററി ഫ്രെയിംവർക്ക് ആൻഡ് കമ്പൈൻസ് ഫോർ വില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ് ഇത്രയും അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ ഒന്ന് വായിച്ചിട്ട് വരാം കേട്ടോ. ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ മിസ് ചോദിച്ചാൽ പറഞ്ഞു തരാം. അടുത്ത ഭാഗം ഒരു ചെറിയ ഭാഗം കൂടി ഉള്ളൂ. ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആവും. അതിനുശേഷം ഓൾറെഡി ആതിര മിസ് കയറിയിരുന്നില്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ? ആതിര കേസ് മിസ് കയറിയിരുന്നില്ലേ? മിസ് ഓൾറെഡി ഇപ്പോ മെഡിക്കൽ ടെർമിനോളജി അല്ലേ എടുത്തോണ്ടിരിക്കുന്നേ? സ്റ്റാർട്ട് ചെയ്തല്ലോ അല്ലെ?
ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ മിസ്സിന്റെ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോഴേക്കും ഈ പോർഷൻസ് കഴിയുന്നതിനനുസരിച്ച് എല്ലാ ടീച്ചേഴ്സും, ഞങ്ങളുടെ ഓരോ ടീച്ചേഴ്സിന്റെ ആരുടെയാണോ തീരുന്നത് അതിനനുസരിച്ച് അവർ വരുന്ന ടെർമിനോളജി ഇത്തിരി ലെങ്തി ചാപ്റ്റർ ആണ്, അപ്പൊ അത് കണ്ടിന്യൂ ചെയ്ത് എടുക്കും കേട്ടോ. ഓരോ ഭാഗങ്ങളായിട്ട് പോർഷൻസ് ആയിട്ട് തിരിച്ചിട്ട് അത് കംപ്ലീറ്റ് ചെയ്യും കേട്ടോ. ഞങ്ങൾ തീരുന്നതിനനുസരിച്ച് ഓരോ ടീച്ചേഴ്സും അവരുടെ പോർഷൻസ് തീരുന്നതിനനുസരിച്ചായിരിക്കും ആ ഭാഗം എടുത്ത് തീർക്കാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, മിസ് ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആവുന്നതിനനുസരിച്ച് മിസ്സും അതിലേക്ക് ഇത് കയറും കേട്ടോ. ശരി, താങ്ക് യു. ഇപ്പൊ ഫസ്റ്റ് 1 and 2 മോഡ്യൂൾസ് ഒരുമിച്ചായിരിക്കും കേട്ടോ മോഡ്യൂൾ എക്സാം നടത്തുന്നത്. ഓക്കെ, ശരി.